ഒരു ഭാഗത്ത് ഹർക്ക അൽ മുഖവ്വമ അൽ ഇസ്ലാമിയ അല്ലെങ്കിൽ സലാമിയ എന്ന് പൂർണ്ണ രൂപം വരുന്ന ഹമാസും ഇസ്രായേൽ, ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞ ഒക്ടോബർ 7 മുതലേ ആരംഭം കുറിച്ചിരിക്കുന്നു. ഹമാസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ സ്വതന്ത്ര പേര് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അതൊരു 5 അറബ് പദങ്ങളുടെ ചുരുക്ക പേരാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹർക്ക എന്നാണ്. ഹർക്ക എന്ന് പറയുന്ന അറബ് പദത്തിന്റെ ആദ്യത്തെ പേരാണ്, അക്ഷരമാണ് ഹർക്ക. അൽ, അതിന്റെ എ, അല്ലെന്ന് പറയുന്ന അറബ് സ്വതന്ത്ര വാക്കുകളുടെ ഒരു പ്രത്യേക, ഇംഗ്ലീഷിലെ ദി, ഫ്രഞ്ചിലെ ദേ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സഹായക വാക്കാണല്ലോ അറബിയിൽ അൽ. ഹർക്ക അൽ, എച്ച് എ, മുഖവ്വമ എന്ന് പറഞ്ഞ ഒരു അടുത്ത അറബ് പദം. അറബ് പദത്തിന്റെ ആദ്യ അക്ഷരമായി എം, എച്ച് എ എം. പിന്നെയും ഒരു അല്ല് വരുന്നുണ്ട്, എച്ച് എ എം എ. എന്നിട്ട് സലാമിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സമാധാനം എന്നൊക്കെ അർത്ഥം പറയാവുന്ന ഈ ഒരു അറബ് പദം. അപ്പൊ എച്ച് എ എം എ എസ്. അപ്പൊ നോക്കണേ, ഈ 5 പദങ്ങൾ ഒരുമിച്ച് അതിന്റെ ആരംഭ വാക്കുകൾ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹമാസ്. അപ്പോ നോക്കണം, ഹർക്ക അൽ മുഖവ്വമ അൽ സലാമിയ എന്ന് മുഴുവൻ രൂപമുള്ള ഈ സ്തോത്ര ഹമാസും ദൈവത്തിന്റെ ജനവുമായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തികളാണ്. നേരത്തെ കൂട്ടി കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. ആണോ ഇരമ്യാ പ്രവചനം 47 നിവൃത്തി, സെഫന്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ നിവൃത്തി ഒക്കെയാണ്. പിന്നെ സഖരിയാ പ്രവചനത്തിൽ ഒരു ഭാഗത്തും ഈ ഇപ്പോഴത്തെ യുദ്ധത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ദൈവാത്മാവ് നൽകുന്നുണ്ട്. ഇരമ്യാ പ്രവചനം 47 ആരംഭം മുതലേ ഇപ്പോഴത്തെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ദൈവിക ഇടപെടലാണ് പ്രവാചകനിലൂടെ കാണുന്നത്. അതില് 5-ാം വാക്യം വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു, അസ്കലോൻ മുടിഞ്ഞു പോയിരിക്കുന്നു എന്ന് ഇരമ്യാവ് 47:5 കാണാൻ കഴിയുന്നു. എന്നാൽ സെഫന്യാ പ്രവചനം 2:4 പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു, ഗസ നിർജ്ജനമാകും, അസ്കലോൻ മുടിഞ്ഞു പോകും. ഏതാണ്ട് അതും ഇരമ്യാവ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊഫസിയാണ് സെഫന്യാവും നടത്തിയിരിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള ആ ഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ അവസാന സമയത്തെ സാഹചര്യങ്ങൾ എന്തായി തീരുമെന്ന് സെഫന്യാവ് വ്യക്തമാക്കി തന്നിരിക്കുന്നു. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു എന്ന് ഇരമ്യാവ് പറഞ്ഞു. പക്ഷേ ഈ യുദ്ധത്തിന് ശേഷം എന്തായിരിക്കും ജനത്തിന് സംഭവിക്കുക, ഇസ്രായേലിന് സംഭവിക്കുക എന്ന് സെഫന്യാ പ്രവചനം 2:6 പ്രവാചകൻ കൂട്ടിച്ചേർത്തു. അവർ വൈകുന്നേരത്ത് അസ്കലോൻ വീടുകളിൽ കിടന്നുറങ്ങും. ആര്? യഹൂദ ഗൃഹത്തിൽ ശേഷിപ്പുള്ളവർ എന്ന് സെഫന്യാവ് ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ തന്റെ പ്രവചന ദൂതുകൾക്ക് അവസാനമായി വെളിപ്പെടുത്തുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്തുകൊണ്ട് ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു എന്ന് പറയാൻ കാര്യം, നമ്മുടെ മനുഷ്യന്റെ തലയിൽ മുടി പൊഴിഞ്ഞ് കഷണ്ടി വന്നാൽ എങ്ങനെ ഒരു മുടി പോലും ഇല്ലാതിരിക്കുന്ന മൊട്ടത്തല നിങ്ങൾ ഭാവനയിൽ കണ്ടു നോക്കൂ എന്ന് പറഞ്ഞതുപോലെ ഒരു ദേശത്തിന് കഷണ്ടി വന്നിരിക്കുന്നു എന്ന് രമ്യാവ് പറയാനുള്ള കാര്യം, മനുഷ്യന്റെ തലയിലെ തലമുടികൾ പോലെ ഒരു ദേശത്തിന്റെ, ഒരു പട്ടണത്തിന്റെ വളർച്ചയുടെ പര്യായങ്ങളാണ് അമ്പരചുംബികളായ ഫ്ളാറ്റുകൾ, മൊബൈൽ ടവറുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരു മനുഷ്യന്റെ തലമുടിയിലെ വളർച്ച, അത് അവന്റെ പുരോഗതിയുടെ പര്യായമായിരിക്കുന്നത് പോലെയാണ് ഒരു ദേശത്തിന്റെ, ഒരു പട്ടണത്തിലെ ഉയർന്നു നിൽക്കുന്ന ഫ്ളാറ്റുകൾ, വലിയ വലിയ സൗധങ്ങൾ. അപ്പോ അതെല്ലാം തകർന്നടിഞ്ഞ് ഗസ ഒരു മനുഷ്യന്റെ തലയിലെ കഷണ്ടി ബാധിക്കപ്പെട്ടതുപോലെ ഗസ എന്ന ദേശത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും, പച്ച മരങ്ങൾ, ടവറുകൾ എല്ലാം കെട്ടടങ്ങി തരിശു ഭൂമി പോലെ ഒരു മനുഷ്യന്റെ തല എങ്ങനെ കഷണ്ടിയായിരിക്കുന്നുവോ അതുപോലെ ഗസ എന്ന ദേശമാകും. ആയില്ലേ? എത്ര കറക്റ്റ് പ്രവചനം! ഒത്തിരി 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 ഹല്ലേലൂയ വലിയ വലിയ കെട്ടിടങ്ങൾ നിലനിന്ന സ്ഥലം. ഇന്നിതാ ആ പ്രവചനം ഇരമ്യാവ് പറഞ്ഞത് വളരെ കറക്റ്റായി നിറവേറിയിരിക്കുകയാണ്. അസ്കലോൻ മുടിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ ഈ മുടിഞ്ഞുപോയ ദേശത്തിൽ തന്നെ ദൈവജനം അതിനെ തിരിച്ചു പിടിക്കും. എന്റെ ജനമായ യഹൂദയിൽ ശേഷിപ്പുള്ളവർ വൈകുന്നേര സമയങ്ങൾ സ്വസ്ഥമായി അവർ കിടന്നുറങ്ങും. ഇനി ഹമാസിനെ പേടിക്കേണ്ടി വരികയില്ല, ഹിസ്ബുള്ളയെ പേടിക്കേണ്ടി വരികയില്ല. സെഫന്യാവ് ദൂത് കൂട്ടിച്ചേർത്തു, എന്ന് ഈ യുദ്ധം തീരുമോലോ അതെപ്പോൾ തീർന്നാലും തീർന്ന അനന്തരം യഹൂദ ഗൃഹത്തിൽ ശേഷിപ്പുള്ളവർ സമാധാനത്തോടെ തല ചായ്ച്ച് വൈകുന്നേരങ്ങളിൽ
രാത്രിയിൽ ഉറങ്ങും എന്ന് പ്രവാചകൻ ദൂത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നോക്കണേ, ഈ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ ഈ ആഭ്യന്തര പ്രശ്നവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾക്ക് ഭയങ്കര പ്രസക്തി ഉണ്ട്. ആമേൻ. അതുകൊണ്ട് നമ്മൾ അത് അറിയാതെ പോകരുത്. കർത്താവിന്റെ ആത്മാവ് പ്രവാചകന്മാരുടെ സംസാരിച്ച കാര്യങ്ങളാണ് ഇവിടെ ഇതാ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകലിൽ അവിടെയൊന്നും ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേറൊരു ചില സ്വത്രമത്തെ തിരുവചന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉപവാസത്തിന്റെ 2ാമത്തെ ദിവസം നിങ്ങളെ സംബോധന ചെയ്ത് ദൈവവചനവും കർത്താവിന്റെ സാക്ഷ്യവും നിമിത്തം ആയി തീരുവാൻ ദൈവം ഭാഗ്യങ്ങൾ ഒരുക്കിയല്ലോ. സമയങ്ങൾ വളരെ വേഗം മുൻപോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് വേഗത്തിൽ തിരുവചന ഭാഗത്തേക്ക്, തിരുവചന ചിന്തകളിലേക്ക് കടന്നു പോകാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 4-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം അതിന്റെ 7-ാം അധ്യായം 4-ാം വാക്യം. അരുത്, സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക. പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം നീ ഭയപ്പെടരുത്. രസീന്റെയും രമല്യാവിൻ മകന്റെ നിമിത്തവും നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകുകയും അരുത്. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സൂക്ഷിച്ചുകൊള്ളുക 1. 2, സാവധാനമായിരിക്കുക. പുകയുന്ന ഈ 2 മുറിക്കൊള്ളി നിമിത്തം നീ ഭയപ്പെടരുത്. ഏതാണ് ആ 2 മുറിക്കൊള്ളി? ദൈവാത്മാവ് പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോടായി വെളിപ്പെടുത്തുന്നു. വേറെ ആരുമല്ല, രസീനും രമല്യാവിന്റെ മകനും നിമിത്തം നീ അധൈര്യപ്പെട്ടു പോകരുത്. സാധാരണഗതിയിൽ കർത്താവിന്റെ ദാസനിലൂടെയോ അല്ലെങ്കിൽ എനിക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും കർത്താവിന്റെ ഭൃത്യന്മാർ മുഖേനയൊക്കെ ഈ തിരുവചന ഭാഗങ്ങളെ ആസ്പദീകരിച്ച്, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം 7-ാം അധ്യായം ആസ്പദീകരിച്ചൊക്കെ നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ടിരിക്കാൻ സാധ്യത ഉണ്ടാകാം. ആമേൻ. ആദ്യമായിട്ടായാലും വീണ്ടും ഒരു പ്രാവശ്യം കൂടിയാണെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഒത്തിരി പഠന വിഷയങ്ങൾ, ഒത്തിരി ദൂതുകൾ കണ്ടന്റ് ആയിരിക്കുന്ന ഒരു ഭാഗമാണ് യെശയ്യാ പ്രവചനം 7. പ്രവചന പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. അപ്പോ ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് എല്ലാം നമ്മൾ നോക്കിയാൽ അനുഗ്രഹിക്കപ്പെട്ട ചില മോഹന വാഗ്ദാനങ്ങളാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. 1 മുതൽ 66 വരെയുള്ള ഭാഗങ്ങളിലും പരിശോധിച്ചു കഴിഞ്ഞാൽ വിഭിന്നങ്ങളായ ദൈവത്തിന്റെ ദൂതുകൾ, ദൈവികമായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ തിരുവെഴുത്തുകൾ. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ച യെശയ്യാ പ്രവചനം 54:11. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസം അറ്റവളും ആയുള്ളവേ. ആമേൻ. അടുത്ത് യെശയ്യാ പ്രവചനം 66:13 നോക്കിയാൽ, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. 66:2 ഇങ്ങനെ കാണുന്നു, അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ ഏവനെയും ഞാൻ കടാക്ഷിക്കും. അടുത്ത് 54:2 നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ആമേൻ. ഇങ്ങനെ വ്യത്യസ്തമായ തിരുവെഴുത്തുകൾ, അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവചനം. അതിൽ നിന്ന് ഒരു ഏടാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസ്താവിപ്പാൻ തക്കോണം വായിപ്പിപ്പാൻ തക്കോണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ഇവിടെ വെളിപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ആരെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ആരോട് ഈ കാര്യം പറയുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതിന്റെ 1-ാം വാക്യം നോക്കാം. 1-ാം വാക്യം വായിക്കാം. പേക്കഹും യെരൂശലേമിന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ദാസനായ യെശയ്യാവോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. നീ ആഹാസിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയരുത്. പ്രവാചകൻ ആഹാസ് എന്ന് പറയുന്ന യഹൂദ രാജാവിനോട് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ച കുറിവാക്യം.
ഉസിയാവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ ബലം, ദൈവം ബലം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. തന്റെ മകനായിരിക്കുന്ന യോഥാം, ആഹാസിന്റെ മുത്തച്ഛനാണ് ഉസിയാവ്. ആ ഉസിയാവിന്റെ മകനായ യോഥാം എന്ന വാക്കിന്റെ അർത്ഥം യഹോവ നേരുള്ളവൻ, യഹോവ പരിപൂർണൻ. രണ്ട് അർത്ഥങ്ങൾ ആ യോഥാമിന് ഉണ്ട്. അപ്പോ ഈ രണ്ട് വ്യക്തികളുടെ മകനാണ് ആര്? ആഹാസ്. ആഹാസിന്റെ ഭരണകാലത്ത്, ആഹാസ് എന്ന വാക്കിന്റെ അർത്ഥം കൈവശക്കാരൻ എന്നാണ്. അപ്പോ തന്നെ മറ്റൊരർത്ഥമുണ്ട്, യഹോവ എന്നെ പിടിച്ചു എന്നുള്ള രണ്ടർത്ഥങ്ങൾ ആഹാസിനുണ്ട്. ഒന്ന് കൈവശക്കാരൻ, എന്തൊക്കെയോ കൈവശം ഉള്ളവൻ എന്നർത്ഥം. രണ്ട്, യഹോവ എന്നെ പിടിച്ചു എന്ന് മറ്റൊരർത്ഥവും ഉണ്ട്. അപ്പോ അപ്പനിൽ നിന്നും അപ്പൂപ്പനിൽ നിന്നും വ്യത്യസ്തമായ അർത്ഥങ്ങൾ വഹിക്കുന്ന ഒരു പേരിനുടമസ്ഥനാണ് യഹൂദ രാജാവായ ആഹാസ്. ആഹാസ് യഹൂദയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ തന്റെ നേരെ രണ്ട് പേർ കടന്നു വരുന്നു. ആര്? നമ്മൾ നേരത്തെ വായിച്ച ഈ രണ്ട് മുറിക്കൊള്ളികൾ. നമുക്കറിയാം, ഒരു ചുള്ളിക്കമ്പ് കത്തിച്ചെടുത്താൽ, ഒരു വിറക് കൊള്ളി കത്തിച്ച് അതിന്റെ അഗ്രത്ത് ഇങ്ങനെ തീ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് നിത്യേന അറിയാം. അടുക്കളയിൽ സാധാരണഗതിയിൽ നമ്മൾ അടുപ്പിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു വിറക് കഷ്ണം ഇരുന്ന് പുകയുന്നത് പോലെ മറ്റൊരു വിറക് കഷ്ണം അതിനോട് കൂടെ ചേർന്ന് പുകയുന്നത് പോലെ ഇതാ രണ്ട് മുറിക്കൊള്ളികൾ എന്ന് യെശയ്യാവ് ആഹാസിനോട് പറഞ്ഞതായ അതിലെ ഒന്നാമത്തെ മുറിക്കൊള്ളിയാണ് ആര്? അരാമ്യ രാജാവായ രസീൻ. രണ്ടാമത്തെ മുറിക്കൊള്ളിയാണ് രെമല്യാവിന്റെ മകനായ പേക്കഹ്. അപ്പോ ഈ രണ്ട് മുറിക്കൊള്ളികൾ, രണ്ടുവിധ വൈരികൾ ദൈവസഭയ്ക്കെതിരെ അഥവാ ഇസ്രായേൽ എന്ന ദൈവജനത്തിനെതിരെ കടന്നു വരികയാണ്. ദൈവത്താൽ ചിലത് കൈവശം ഉള്ള ആഹാസ്, യഹോവയാൽ പിടിക്കപ്പെട്ട ആഹാസ്. ആമേൻ. ഈ ആഹാസിന്റെ ഭരണകാലത്ത് തനിക്കും തന്റെ ജനത്തിനുമെതിരെ ഇതാ രണ്ടുവിധ, അവരെ പുകയ്ക്കാൻ, അവരെ കത്തിച്ച് തീർക്കാൻ വേണ്ടി രണ്ട് വിറകുകൊള്ളികൾ പോലെ, കത്തുന്ന രണ്ട് വിറകിൻ കഷണങ്ങൾ പോലെ, ചുള്ളിക്കമ്പുകൾ പോലെ ഇതാ വരുന്നു പേക്കഹും ആര്? രസീൻ. പ്രൈസ് ദി ലോർഡ്. രസീൻ എന്ന പദത്തിന്റെ അർത്ഥം ഹൃദ്യമായതെന്നാണ്. അവന്റെ സംസാരം വളരെ ഹൃദ്യമാണ്, അവന്റെ ഇടപെടൽ വളരെ ഹൃദ്യമാണ്. ശത്രുവാണ്, ഇസ്രായേലിന്റെ ഒരു പൊതു ശത്രുവാണ്. പക്ഷേ അവൻ വന്ന ആളെ കയ്യിലെടുക്കാൻ തക്കവണ്ണം ഹൃദ്യമായി സംസാരിക്കും, ഹൃദ്യമായി പെരുമാറും. അല്ല, അങ്ങനെ ഭയങ്കരമായ, അവന്റെ പേര് പോലെ തന്നെ രസകരമായ സീന് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ് രസീൻ. വളരെ ഹൃദ്യമായ പെരുമാറ്റം, ഹൃദ്യമായ ഇടപെടൽ. അർത്ഥങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്യുക. ഓരോ അർത്ഥങ്ങളും ഓരോ ദൂതുകളാണ്, ഓരോ പേരുകളും അതിന്റെ അർത്ഥങ്ങളും ഒക്കെ ദൂതുകളാണ്. സാധാരണഗതിയിൽ നമ്മൾ അധികം അത് സുവിശേഷത്തിലും ലേഖനത്തിലും ആണ് തങ്ങിക്കിടക്കാറുള്ളത്. അധികവും പ്രസംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. എങ്കിലും എനിക്ക് പഴയ നിയമഭാഗത്തോടാണ് ഏറ്റവും അധികം ഇഷ്ടം. അങ്ങനെയുള്ള ഇതുപോലുള്ള വേദികളിലൊക്കെ പഴയ നിയമഭാഗങ്ങളെ ആസ്പദമാക്കി പഠിപ്പിക്കേണ്ടടുത്ത് പഠിപ്പിക്കും, ദൂതുകൾ പ്രസ്താവിക്കേണ്ടടുത്ത് ദൂതുകൾ പ്രസ്താവിക്കും. അത്ഭുതകരമായ ചില വ്യാഖ്യാനങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടതാണ് പഴയ നിയമമായാലും പുതിയ നിയമമായാലും. അതുകൊണ്ട് ഇന്ന് പകരം പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വരും. ദൈവം അത് വെളിവാക്കി തരും. സ്തോത്രം. ഹൃദ്യമായി അങ്ങനെ ഇടപെടാൻ ചക്കര വാക്കുകളിലൂടെ, ഹൃദ്യമായ ചിരിയിലൂടെ, പെരുമാറ്റത്തിലൂടെ ഇസ്രായേലിനെ കയ്യിലെടുക്കാൻ, തന്റേതാക്കി മാറ്റാൻ വേണ്ടി വരുന്നു ഇന്നത്തെ സിറിയ എന്ന് പറയുന്ന രാജ്യം. ബൈബിളിലെ അരാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ രാജ്യം നിലവിലുണ്ട്. സിറിയ. ബഷർ അൽ അസദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇന്നത്തെ സിറിയയുടെ പ്രസിഡന്റ്. അന്ന് സ്വന്തം വേറെ ഭരണാധികാരികളായിരുന്നു ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരുവനായിരുന്നു രസീൻ. അപ്പൊ മനസ്സിലാക്കണം, ഹൃദ്യമായത് എന്നാണ് രസീൻ എന്ന പദത്തിന്റെ അർത്ഥം. ആള് സിറിയക്കാരനാണ്. ദൈവം വെറുത്ത പൊതു ശത്രുക്കളിൽ ഒരു വിഭാഗമാണ് അമ്മോന്യർ, മോവാബ്യർ, ഗിർഗശ്യർ, പെരിസ്യർ, ഹിവിയർ, കനാന്യർ, ഫെലിസ്ത്യർ. അക്കൂട്ടത്തിൽ ഒരുവരാണ് അരാമ്യർ. പണ്ട് മുതൽ ഇസ്രായേലിന് തലവേദനയായിരുന്നു ഈ കൂട്ടർ. Praise the Lord. ആ സ്തോത്രം വിഭാഗത്തിൽപ്പെട്ടവൻ ഇതാ ആരുമായിട്ട് ചേർന്ന് വരുന്നു? സ്വന്തം സഹോദര ഗോത്രത്തിൽ ഒരുവനായ, സ്വന്തം സഹോദര ഗോത്രത്തിലെ ഒരു രാജാവായ പേക്കഹുമായി കൂടിച്ചേർന്ന്. മനസ്സിലാക്കണേ, കഷ്ടകാലത്ത് ആഹാസ് രാജാവിനോട് കൂടെ നിൽക്കേണ്ടത് ആണ് ആര്? ഇസ്രായേൽ രാജാവായ പേക്കഹ്. പക്ഷേ കൂടെ നിൽക്കേണ്ടതിന് പകരം
ശത്രുപക്ഷത്ത് ചേർന്നിട്ട് സ്വന്തം സഹോദരന്റെ നാശത്തിനു വേണ്ടി രണ്ടാമത്തെ ഒരു മുറക്കൊള്ളിയായി ഇതാ ആര് പേക്കഹും കൂടെ രംഗത്ത് വരികയാണ്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കട്ടെ, ഹല്ലേലൂയ, സുഖകാലത്തും ദുഃഖകാലത്തും ഒപ്പം നിൽക്കുമെന്ന് കരുതിയ പല പ്രിയപ്പെട്ട ഒരു കുടുംബത്തിനകത്തുണ്ടായിരുന്നു. അവൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഉണ്ടവർ, നിന്റെ കയ്യിൽ നിന്ന് നന്മ അനുഭവിച്ചവർ. പക്ഷേ സ്വന്തം സഹോദര വൃന്ദങ്ങൾ പോലും ഒരാവൽ കാലം രൂപപ്പെട്ടപ്പോൾ നിന്നെ സ്തോത്രം പരിത്യജിച്ച് നീ അവർക്കൊന്നുമല്ല എന്ന നിലയിൽ അവൻ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് നിന്നോട് പരുഷമായി പെരുമാറിയ, വേണമെങ്കിൽ ശത്രുക്കളുടെ കൂടെ ചേർന്ന് നിന്ന് നിന്നെ ഒറ്റപ്പെടുത്തിയ അവസ്ഥകൾ ദൈവത്തിന്റെ ആത്മാവ് ജനത്തോടുള്ള ബന്ധത്തിൽ ഈ പകൽക്കാലം വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ അതും എന്താണ് സംഭവിക്കപ്പെട്ടു? അവിടെയാണ് നമുക്ക് ചിന്തിക്കാനിരിക്കുന്നത്. വെറുതെ ഒന്നും നമ്മോട് കൂടെ നിൽക്കേണ്ടവർ അല്ലെങ്കിൽ മറ്റൊരുവന്റെ ഭാഗത്ത് ചേരത്തില്ല. അവൻ അതിനും തക്കതായ കാരണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. എന്തുകൊണ്ട് സ്വന്തം സഹോദര ഗോത്രത്തിൽപ്പെട്ടവൻ, ഇസ്രായേൽ ജനം രണ്ട് ഗോത്രമാണ്, അവൻ അല്ലെങ്കിൽ രണ്ട് രാജ്യമെന്ന് അറിയപ്പെടുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. യാക്കോബിന്റെ ആദ്യത്തെ 10 മക്കൾ ഒരുമിച്ച് ചേരുന്ന ആദ്യത്തെ വിഭാഗം ഇസ്രായേൽ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. തലസ്ഥാനം ശമരിയ പട്ടണമാണ്. എന്നാൽ അവസാനത്തെ 2 മക്കൾ യോസേഫിന്റെയും ബെന്യാമീന്റെയും സന്തതി പരമ്പരകളെ ചേർത്ത് രണ്ടാമതൊരു ഗോത്രം രൂപീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടാമതൊരു രാജ്യം. ആദ്യത്തേത് തെക്കേ രാജ്യം എന്നറിയപ്പെടുമ്പോൾ ആദ്യത്തെ 10 ഗോത്രങ്ങൾ അടക്കം ചെയ്യപ്പെട്ട സ്വത്രം ഇസ്രായേൽ എന്ന് തന്നെ അറിയപ്പെടുന്ന ആദ്യത്തെ ആ ഒരു ഗോത്രം തെക്കേ രാജ്യം എന്നറിയപ്പെടുമ്പോൾ അവസാനത്തെ 2 മക്കളുടെ സന്തതി പരമ്പരകൾ ഒരുമിച്ച് ചേർന്നുള്ള വിഭാഗത്തിന് യെരുശലേം തലസ്ഥാനമായി യഹൂദ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോ ഇവിടെ നോക്കണം, സഹോദരൻ ആര്? ആഹാസ്, യഹൂദ ഗോത്രത്തിലെ രാജാവ്. പക്ഷേ അവനോടൊപ്പം നിൽക്കേണ്ട മൂത്ത കിങ്, അതായത് പേക്കഹ്, അവന്റെ കൂടെ നിൽക്കാതെ അരാമ്യ രാജാവിനോട് കൂടെ ചേർന്നിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവന്റെ ഹൃദ്യമായ ഇടപെടലും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് പേക്കഹ് അങ്ങ് വീണുപോയതാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ആരുടെ നേരെ വരുന്നു? ആഹാസിന്റെ നേരെ വരുന്നു. യഹോവ പിടിച്ചവനെ പിടിച്ചെടുക്കാൻ വേണ്ടി അവന്റെ കൂടെ ഉള്ളവരെ, അവരുടെ നന്മകളെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇതാ അന്യൻ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവനെ കയ്യിലെടുത്തു കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. പേക്കഹ് എന്ന വാക്കിന്റെ അർത്ഥം ഉറങ്ങാത്ത, ജാഗരിക്കുന്ന എന്ന അർത്ഥങ്ങളാണ് പേക്കഹ് എന്ന പദത്തിനുള്ളത്. 2 അർത്ഥങ്ങളാണ്. ഒരിക്കലും ഉറങ്ങാത്തത്, 2 ജാഗരണമുള്ളത്. രാത്രിയിലായാലും പകലിലായാലും താൻ ഇച്ഛിക്കുന്ന വിഷയത്തെ ഓർത്ത് ഇങ്ങനെ ജാഗരിച്ചുകൊണ്ട്, നമ്മൾ ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഒരു വിഷയത്തിന് വേണ്ടി തന്നെ അത്യാവശ്യമായി ദൈവം ചെയ്തു തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ദൈവപാദപീഠത്തിൽ ചില വിഷയങ്ങളെ ചൊല്ലി ജാഗരിക്കുന്നത് പോലെ ജാഗരണമുള്ളവൻ എന്നാണ് ആ പദത്തിന്റെ 2ാം അർത്ഥം. 1 ഉറങ്ങാത്ത, 2 ജാഗരണം ഉള്ള. ഇങ്ങനെ ആ 2 അർത്ഥങ്ങൾ പേറുന്ന പേക്കഹ് ഹൃദ്യമായത് എന്നർത്ഥം വരുന്ന രസീനുമായി ചേർന്ന് ആഹാസിന്റെ നേരെ യുദ്ധം ചെയ്യാൻ വരികയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ച രസം എന്ന് പറഞ്ഞാൽ, അതിനെ പിടിക്കാൻ യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്യാൻ അവൻ വന്നെങ്കിലും, അവർ 2 കൂട്ടരും കൂടെ വന്നെങ്കിൽ പോലും യെരുശലേമിനെ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. യെരുശലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ നഗരം എന്നാണ്. ശാലേം സമാധാനം, അതിനോടുകൂടെ ചേർന്ന് എരു എന്ന പദം കൂടെ വരുമ്പോൾ സമാധാനത്തിന്റെ നഗരം എന്നാണ് അതിനെ കാണുവാൻ തക്കോണമിടയായി തരുന്നത്. പലതിനെയും പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ ഈ പട്ടണത്തെ മൊത്തം പിടിച്ചെടുക്കാൻ, ഈ ചർച്ചിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കാൻ, ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകും എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ ഒരു അനുഭവം സമാധാനത്തിന്റെ നഗരമായി, ഈ നഗരത്തിൽ മറ്റൊരു നഗരമായി ദൈവത്തിന്റെ സമാധാന ഇടമാക്കി അവൻ കർത്താവ് വച്ചിരുന്ന ഈ ആലയത്തെ മൊത്തത്തിൽ കൈയടക്കാൻ വേണ്ടി ദുഷ്ടൻ പദ്ധതികൾ പല കാലഘട്ടങ്ങളിൽ മെനഞ്ഞ് അടുത്തു വന്നെങ്കിൽ പോലും ഇതിനെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വന്ന് ആരാധിച്ച പലതിനെയും അവൻ ദൈവം പിടിച്ചുകൊണ്ടുപോയി. ആഹാസ് എന്ന പേര് പറയത്തക്ക തരത്തിൽ
ജീവിതത്തിൽ അവൻ യഹോവയെ പിടിച്ചതിനെയും പല കാലഘട്ടങ്ങളിലായി ശത്രു വലിച്ചു കളഞ്ഞു. എന്നാൽ ഈ യെരൂശലേം ഇന്നും ദുഷ്ടന് കൈയടക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവം നിലനിർത്തിയിരിക്കുന്നു. എന്താ കാര്യം? ദൈവം പിടിച്ചവൻ അവൻ നിങ്ങളുടെ മധ്യസ്ഥനായിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം നേതൃസ്ഥാനത്ത് ഉള്ളതുകൊണ്ട് ആരെങ്കിലും പിടിച്ച് ഈ സ്ഥാനത്താക്കിയതല്ല, ഒരു മനുഷ്യൻ അപ്പോയിന്റ് ചെയ്തിട്ടല്ല. യഹോവ പിടിച്ച ആഹാസ്, യഹോവ പിടിച്ച അഭിഷിക്തൻ. ആമേൻ. അതെ, ഹല്ലേലൂയ. ഇവിടെ നിങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് യഹോവ ശാപമാക്കാൻ ഇച്ഛിച്ചവനെ ആർക്ക് അനുഗ്രഹമാക്കാൻ കഴിയും? യഹോവ അനുഗ്രഹമാക്കാൻ പ്ലാൻ ചെയ്തവനെ ആർക്ക് ശാപമാക്കാൻ കഴിയും എന്ന് സംഖ്യാപുസ്തകത്തിൽ കാണുന്നത് പോലെ ദൈവം പിടിച്ചവൻ, ദൈവം പിടിച്ചവർ ഇതിനകത്തുള്ളത് കൊണ്ട് ഈ പട്ടണത്തെ പിടിച്ചെടുക്കാൻ രസീന് കഴിഞ്ഞില്ല. രസിപ്പിക്കുന്ന സീനുകളും കൊണ്ട് പലതിന്റെ അടുത്ത് വന്നു, രസിപ്പിക്കുന്ന പല പ്രയോഗങ്ങൾ കൊണ്ട് പലതിന്റെ അടുക്കൽ വന്നു. ആമേൻ. പക്ഷെ രസീൻ പകരുന്ന രസത്തിൽ കുടുങ്ങിയവർ കുടുങ്ങി, പക്ഷേ ഒടുങ്ങാത്തവർ ഇന്നും തലയെടുപ്പോട് കൂടെ നിൽക്കുന്നു. ആ ദൈവകൃപയ്ക്കായി ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിക്കുകയാണ്. ജനം നിലവിളിക്കാൻ തുടങ്ങി. മെലക്ക് എന്ന് പറഞ്ഞ രാജാവേ, വയ്യാശീബു എന്ന് പറഞ്ഞാൽ എബ്രായ വാക്കാണത്. അവർ വീണ്ടും വന്നു, അവർ വീണ്ടും വന്നു. രാജാവേ, അവർ വീണ്ടും വന്നു. ഇസ്രായേൽ ജനം പരിഭ്രാന്തരായി. അരാമ്യർ പണ്ട് തൊട്ടേ പരിചയമുള്ള ശത്രുക്കളാണ്. ഞാൻ പറഞ്ഞല്ലോ, പല കാലഘട്ടങ്ങളിലായി ജനത്തെ ഉപദ്രവിച്ചവരാണ്. ഇവർ വീണ്ടും വന്നപ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ യാശൂബു എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. യാശുബി എന്ന് പറഞ്ഞാൽ അവരുടെ എന്നാണ് അർത്ഥം. വയ്യാശൂബു എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും വന്നു എന്നാണ് അർത്ഥം. ജനം പരിഭ്രാന്തരായി. പക്ഷേ ആഹാസും നിർഭയം അവൻ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്തു. കാരണം ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവകരം കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിലും ദൈവം തുണയ്ക്കും. 2024 ഈ പ്രത്യേക സഭയുടെ സാഹചര്യങ്ങൾ, കുടുംബങ്ങളുടെ, വ്യക്തി ജീവിതങ്ങളുടെ സാഹചര്യത്തിലും ദൈവത്തിന്റെ കരം അനുകൂലമായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ടാൽ ആ നിർണയം പാസിന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന വൈതരണി ഘട്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുൻപിൽ ഒന്നല്ല രണ്ടല്ല എത്ര മുറിക്കൊള്ളിയാണോ വീട്ടിനകത്തും ആലയത്തിനകത്തും പൊതുവിൽ പ്രശ്നമായി നിലനിൽക്കുന്നത്, അവൻ അത് രോഗമാകട്ടെ, കടബാധ്യതയാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, അവൻ എന്ത് തന്നെ ആയാലും, സാഹചര്യങ്ങളായാലും വ്യക്തികളായാലും പുതയുന്നതിനെ അണച്ച് ഒരു സ്വസ്ഥത വരുത്താൻ കഴിവുള്ള നല്ല കർത്താവ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുന്നു. ഭയപ്പെടരുത്. ആഹാസേ, നീ ഭയപ്പെടരുത്. സൂക്ഷിച്ചു കൊള്ളണം. ഇനിയുള്ള ഓരോ ചുവടുകളും സൂക്ഷിച്ചു വേണം മുൻപോട്ട് വയ്ക്കാൻ. സ്പീഡൊന്നും വേണ്ട, സാവധാനമായിരിക്കാം. യെശയ്യാവ് വന്നിട്ട് കൂട്ടത്തിൽ തന്റെ മകനും കൂടെ ഉണ്ട്. ദൈവം പറഞ്ഞിട്ടാണ് മോനെയും കൂടെ കൂട്ടിയത്. യെശയ്യാവ് ചില സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവചിച്ചു. പക്ഷെ ചില സ്ഥലങ്ങളിൽ മോനും കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു സാഹചര്യമാണ് ബൈബിളിൽ സ്പഷ്ടമായി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഈ വാക്യം. അവിടെ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ യഹോവ യെശയ്യാവോട്, ഇത് കേൾക്കണേ, ജനത്തിന്റെ ഹൃദയം അങ്ങ് വല്ലാതെ ഉലഞ്ഞിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ കാണുന്നു, കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റിലുലയുമ്പോൾ, വൃക്ഷത്തിന്റെ ഇലകൾ കാറ്റിലുലയും പോലെ ആഹാസിന്റെ ഹൃദയവും ജനത്തിന്റെ ഹൃദയവും ഉലഞ്ഞുപോയി. അപ്പോഴാണ് ദൈവാത്മാവ് യെശയ്യാവിനോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ മകൻ ഷെയാർ യാശൂബുമായിട്ട് അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ ചെന്ന് എതിരേൽക്കണം. 2 ആൺമക്കളാണ് യെശയ്യാവിന് ദൈവം കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ചരിത്രം വെളിപ്പെടുത്തുന്നതും ബൈബിളിലും ആ 2 മക്കളെയാണ് കാണുന്നത്. രണ്ടാമത്തെ മകന്റെ പേരും കാര്യങ്ങളും അതിന് ആ പേരിന്റെ പിൻപിലുള്ളതായ ചില രഹസ്യങ്ങളൊക്കെ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. 7:3
മൂത്ത മകനായ ഷെയാർ യാശൂബ്. യാശൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മടങ്ങി വരിക, അവർ മടങ്ങി വരും, ഒരു ശേഷിപ്പ് മടങ്ങി വരും എന്നൊക്കെയാണ് ഷെയാർ യാശൂബ് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ദാസൻ പ്രവാചകനോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, താൻ തന്നെ ഇങ്ങനെ പറയുന്നു, ഞാൻ പ്രവാചകിയുടെ അടുക്കൽ 8:3 അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവനെ മഹേർ ഷാലാൽ ഹാഷ്ബസ് എന്ന് പേരിടണം. ഇത് 2ാമത്തെ കുഞ്ഞിന്റെ പേര് അവിടെ കാണാൻ കഴിയുന്നു. 1-ാമത്തേത് ഷെയാർ യാശൂബ്. ഷെയാർ എന്ന് പറഞ്ഞാൽ ഒരു ശേഷിപ്പ്, യാശൂബ് മടങ്ങി വരും എന്നുള്ളതാണ് അർത്ഥം. ഒരു ശേഷിപ്പ് മടങ്ങി വരും എന്നർത്ഥം വരുന്ന ഷെയാർ യാശൂബും മഹേർ ഷാലാൽ ഹാഷ്ബസ് എന്നർത്ഥമുള്ള എന്ന പേരില് 2ാമത്തെ കുട്ടി. മഹേർ ഷാലാൽ എന്ന് പറഞ്ഞാൽ കവർച്ച വേഗത്തിലും, മഹേർ എന്ന് പറഞ്ഞാൽ കവർച്ച, ഷാലാൽ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. ഇവിടെ ഒന്നുമില്ല കേട്ടോ, അർത്ഥമൊന്നും എഴുതി വെച്ചിട്ടില്ല. ഞാൻ ബൈബിളിലെ വാക്കാണ് നോക്കി പറയുന്നത്. എല്ലാം ദൈവം മനസ്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും എല്ലാം നോക്കി പറയാന്ന്. ആമേൻ. ഞാൻ ഭാഗം മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മഹേർ കവർച്ച, ഷാലാൽ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, കവർച്ച വേഗത്തിലും, ഹാഷ് എന്ന് പറഞ്ഞാൽ ഇരപിടുത്തം, ബസ് ശീഘ്രഗതിയിലും. അതാണ് മഹേർ ഷാലാൽ ഹാഷ് ബസ് എന്ന 4 എബ്രായ പദത്തിന്റെ അർത്ഥം. 1 മഹേർ കവർച്ച, ഷാലാൽ വേഗത്തിലും, കവർച്ച വേഗത്തിൽ, ഹാഷ് എന്ന് പറഞ്ഞാൽ ഇരപിടുത്തം, ബസ് ശീഘ്രഗതിയിലും. കവർച്ച വേഗത്തിൽ, ഇരപിടുത്തം ശീഘ്രഗതിയിലും എന്നാണ് ഈ 4 പദങ്ങളുടെ അർത്ഥം. അപ്പോ 2 മക്കളുടെയും പേരുകൾ അർത്ഥസമ്പുഷ്ടമായത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ വരുന്ന പേരിൽ, ഇരപിടുത്തം ശീഘ്രഗതിയിലും, കവർച്ച വേഗത്തിൽ, ഇരപിടുത്തം ശീഘ്രഗതിയിൽ. മഹേർ ഷാലാൽ ഹാഷ്ബസ്. ചിലത് ശാന്തമായി നിന്ന് നിർത്തി നിങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. വേഗേന നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അങ്ങനെ ചിന്തിച്ചും പോകാം. ഹല്ലേലൂയ. ദൈവം സഹായിക്കുമാറാകട്ടെ. അർത്ഥം കിട്ടിയല്ലോ. കവർച്ച വേഗത്തിൽ, ഇരപിടുത്തം ശീഘ്രഗതിയിൽ. ഒരു ശേഷിപ്പ് മടങ്ങി വരുമെന്ന് മൂത്ത മോന്റെ പേരിന്റെ അർത്ഥം. എന്തുകൊണ്ട് ഈ പേരുകൾ തന്നെ വന്നു? 2 മക്കളുടെയും പേരുകളുടെ അർത്ഥം പോലെയാണ് ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥകൾ സംഭവിക്കാൻ പോകുന്നത്. സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ വരും രായികളെ പ്രതിബിംബിക്കുന്ന പേരുകളാണ് ദൈവം ഹല്ലേലൂയ തന്റെ മക്കൾക്ക്, യെശയ്യാവിന്റെ മക്കൾക്ക് ഇടാൻ തക്കവണ്ണം നിർദ്ദേശിച്ചത്. 1, ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരിക്കുന്നു. ഏതടിമത്തത്തിൽ? അങ്ങ് ഇന്നത്തെ ഇറാഖ് എന്നറിയപ്പെടുന്ന ബൈബിളിലെ കൽദയ ദേശത്തിൽ അവർ അടിമകളായിരിക്കുമ്പോഴാണ് പ്രവാചകനിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നത്. ഇതാ, ഒരു ശേഷിപ്പ് നഷ്ടപ്പെട്ടെന്ന് നീ കരുതുന്ന സ്വന്തം നാട്ടിൽ യെരുശലേമിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ആമേൻ സ്തോത്രം ജീവിക്കാൻ നിർവാഹമില്ലാതെ ശത്രുവായ നെബൂഖദ്നേസർ അപഹരിച്ചു കൊണ്ടുപോയ ജനതയിൽ ഒരു ശേഷിപ്പ് ആമേൻ താമസവിന മടങ്ങി വരും. അവരെ മടക്കി വരുത്താൻ വേണ്ടിയാണ് നിന്നെയും ഇരമ്യാവിനെയും യെഹെസ്കേലിനെയും പല പ്രവാചകന്മാരെയും ഞാൻ അവരുടെ ആത്മിക നവോത്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ചത് ദൂത് പറയാൻ. അപ്പോ മനസ്സിലാക്കണം, നിന്റെ മകന്റെ പേര് വെറുതെ ഞാൻ ഇടാൻ നിർദ്ദേശിച്ചതല്ല. ഷെയാർ യാശൂബ് എന്ന് നിന്റെ മകന് പേര് ഇടാൻ നിർദ്ദേശിച്ചതിന്റെ കാര്യം, നീ അത് തന്നെ നാമകരണം ചെയ്തതിന്റെ കാര്യം, നിന്റെ മകന്റെ പേരിൽ ജനത്തിന്റെ മടങ്ങിവരവ് അന്തർലീനമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് നെയിം. മടക്കി വരുത്തേണ്ടതിനെ മടക്കി വരുത്തും. ഇന്ന് പകലിൽ ഷെയാർ യാശൂബ് എന്ന് ആമേൻ ഒരു പേര് ദൈവാത്മാവ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടം വിട്ട് പോയതിനെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും തിരിച്ചു വരുത്താൻ ഹല്ലേലൂയ ശക്തനായ ദൈവമാണ്. ഓരോ വ്യക്തികളുടെയും പേര് വെറുതെ അപ്പനോ അമ്മയോ ആമേൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ച പേരല്ല. ആ പേരുകളെല്ലാം വലിയൊരു അനുഗ്രഹത്തിന്റെ മാനദണ്ഡങ്ങളാക്കി മാറ്റുന്ന
പേരാണ്. പ്രവാചകന്റെ മകന്റെ പേര് പോലെ അവൻ പിന്നത്തേതിൽ കൽദയ പ്രവാസം കഴിഞ്ഞ് ജനം വിടുതൽ പ്രാപിച്ച് എസ്രായുടെ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ സ്വന്തം ജന്മദേശത്തേക്ക് വന്ന് ജന്മദേശത്തിന്റെ ശുദ്ധവായു ശ്വസിപ്പാൻ ഇടയായി തീർന്നു എങ്കിൽ ആ ദൈവം മറ്റൊരു യാശൂബ് ഇവിടെയും ആവർത്തിക്കും. ഈ സഭയുടെ ചരിത്രത്തിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിനകത്ത് ആരൊക്കെയാണ് ഇനി ദൈവസനി മുട്ടുമടക്കേണ്ടത്? മാനസാന്തരമില്ലാത്ത ഭർത്താവോ, മാനസാന്തരമില്ലാത്ത മക്കളോ, ഒരിക്കലായി പ്രകാശനം ലഭിച്ചിട്ട് പിന്മാറി പോയവരാണോ? ആരാ മടങ്ങി വരേണ്ടത്? അവർക്ക് വേണ്ടി ഒരു യാശൂബ് ദൈവാത്മാവ് വാഗ്ദത്തം ചെയ്യുകയാണ്. പോയതിനെ ആ മരിക്കുന്നതിനെ ഞാൻ വിടത്തില്ല, ഇന്നല്ലെങ്കിൽ നാളെ അവൻ അവർക്ക് വേണ്ടി ഞാൻ ഒരു യാശൂബ് സൃഷ്ടിക്കുന്ന കർത്താവത്രേ. Praise the Lord. 2 മഹേർശാലാൽ ഹാഷ്ബസ്, നിങ്ങളെ കവർന്നെടുക്കാൻ വരുന്നവനെ നിങ്ങൾക്ക് പലപ്പോഴും പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ വേഗത്തിൽ കവർച്ച നടത്തുകയാണ്. മഹേർ ഷാലാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. 2 പേരും സഭയോടുള്ള ബന്ധത്തിൽ തന്നെ 2 വിഭിന്നങ്ങളായ ദൂതുകളാണ്. കവർച്ച വേഗത്തിൽ നടത്തുന്നു. ഫെലിസ്ത്യനും അരാമ്യനും അശൂർ രാജാക്കന്മാരും ഇസ്രായേൽ മക്കളെ പലപ്പോഴായി വേഗത്തിൽ അവരുടെ നന്മകളെ കവർന്നെടുത്തു കൊണ്ടുപോയി. എന്നാൽ ആ പേരിന്റെ 2ാം ഭാഗം ഹാഷ്ബസ്, ഈ നിങ്ങളെ കവരാൻ വന്ന പലരെയും നിങ്ങൾ എന്ത് ചെയ്തു? തിരിച്ചു പോയി പോരാടി അവരിലെ ഇരകളെ ശീഘ്രഗതിയിൽ നിങ്ങൾ പിടിച്ചെടുക്കാനിടയായി. ഇന്ന് പകലിൽ അവൻ നഷ്ടപ്പെടുത്താൻ മാത്രമല്ല, നഷ്ടപ്പെടാൻ വേണ്ടി മാത്രമല്ല, നഷ്ടപ്പെട്ടതിന് ചിലതിനെ തിരിച്ചെടുക്കാൻ അവൻ അപഹരിച്ചവനെ തന്നെ അവന്റെ കയ്യിലിരിക്കുന്നതിനെ അവൻ പിടിച്ചെടുത്തിട്ട് ദൈവത്തിന് അവന്റെ എന്നേക്കുമുള്ളത് എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം തരുന്ന ചാൻസ് യെശയ്യാവിന്റെ 2ാമത്തെ മകന്റെ പേര് വെളിപ്പെടുത്തുന്നു. ഇസ്രായേലേ, നിങ്ങൾക്ക് മഹേർശാലാലിന്റെ കാലഘട്ടമായിരുന്നു ഒരിക്കലെങ്കിൽ. ഹാഷ്ബസിന്റെ 2ാമത്തെ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്നു. പിടിച്ചെടുത്തോ. പലപ്പോഴും ബൈബിൾ വായിച്ചിട്ടുള്ളപ്പോഴൊക്കെ നിങ്ങളുടെ കണ്ണിൽ തറഞ്ഞിട്ടുണ്ടാവും ഈ പേരുകളൊക്കെ. പക്ഷേ അതിന്റെ ശരിയായ വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ കിട്ടിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് ദൈവാത്മാവ് പരിചയപ്പെടുത്തുന്നത്. വെറുതെ അല്ല, അവൻ ഈ സഭയോടുള്ള ബന്ധത്തിൽ അവൻ യെശയ്യാ പ്രവാചകന്റെ 2 മക്കളുടെ പേരുകളും അവൻ 2 വിധ അവൻ ചില അനുഭവങ്ങളെയാണ് വെളിപ്പെടുത്തുവാനിടയായിട്ടുള്ളത്. മഹേർശാലാൽ ഇസ്രായേലിനെ അപഹരിച്ച അവൻ അപഹാരത്തിന്റെ അനുഭവങ്ങളായിരുന്നുവെങ്കിൽ അവർ തിരിച്ച് ഇരകളെ പിടിച്ചെടുത്ത അനുഭവമാണ് ഹാഷ്ബസ് വെളിപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഇത്ര അർത്ഥപൂരിതമായ 2 സന്തതികളെയും കൊണ്ട് യെശയ്യാവ് പ്രവചന ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുകയാണ്. പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായി അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് തന്റെ മകനെയും കൊണ്ട് ആഹാസിന്റെ അടുക്കലേക്ക് പോകാൻ ദൈവാത്മാവ് അരുളി ചെയ്തത്. ഇവിടെ ഇതാ അലക്കുകാരന്റെ വയൽ എന്നറിയപ്പെടുന്ന 3ാം ഭാഗം, ആ 3ാം അധ്യായത്തിലെ ആ വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഏതാണ് ഈ അലക്കുകാരന്റെ വയൽ? യെരുശലേമിന്റെ ആലയത്തിന്റെ പരിസരത്തുള്ള മതിലിന്റെ ഒരു അഗ്രഭാഗത്തായി ഒരു ഭാഗത്തായി നിലനിന്ന ഒരു വയൽ പ്രദേശമാണ്. ഇവിടെ ഇസ്രായേലിലെ, ഇവിടെ നമ്മുടെ മണ്ണാമാരെന്നൊക്കെ പറയുന്ന പോലെ ഇസ്രായേലിൽ തുണി അലക്കി ജീവിക്കുന്ന സാധുക്കൾ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്ത്. അപ്പൊ അവര് വസ്ത്രങ്ങൾ അലക്കി ഉണക്കുന്ന ഒരു പ്രവിശ്യയാണ് യെരുശലേം മതിലിന് പുറത്താണ്. ആലയത്തിന്റെ കോമ്പൗണ്ട് അല്ല, വെളിയിലാണ്. ആ ഒരു വയൽ പ്രദേശം വലുതായിട്ട് വിളകളൊന്നും നൽകാത്ത, കൃഷി ചെയ്തിട്ട് യവം ഗോതമ്പ് ഒന്നും കാര്യമായി കിട്ടാത്ത ഒരു പ്രത്യേക മേഖല. അത് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? അന്നത്തെ രാജാക്കന്മാർ വിട്ടുകൊടുത്തിരുന്നു. സാധുക്കളായിരിക്കുന്നവർ വസ്ത്രമലക്കി അവർ അതുകൊണ്ട് ഉപജീവനം കഴിയുന്നവരാണ്. അവർ വസ്ത്രമലക്കി ഉണക്കാൻ വേണ്ടി കാർഷികമായ വിളവെടുപ്പ് വലുതായിട്ട് മെച്ചം കൃഷി ഇറക്കിയിട്ട് കിട്ടാത്തൊരു ഭാഗമായതുകൊണ്ട് ഒരു കാലത്ത് വയലായിരുന്നു. ആ വയൽ പ്രദേശം സാധുക്കളായ അലക്കുകാർക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ഇത് യെരുശലേം മതിലിന് വെളിയിലുള്ള സ്ഥലമാണ്. ആ അലക്കുകാർ വസ്ത്രം അലക്കി ഉണക്കാൻ ഉപയോഗിക്കുന്ന വയലിന്റെ സമീപത്തായിട്ട് എന്തുണ്ട്? വേറെ 1-2 സംഭവങ്ങളുണ്ട്. ഏതാ? ഒരു പെരുവഴി
വഴി അതിനടുത്തുകൂടെ പോകുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ആലയത്തിലേക്ക് ജനം വരുന്ന വഴിയാണ്. ആലയത്തിൽ നിന്ന് തിരിച്ച് അവർ കൂടാരങ്ങളിലേക്ക് പോകുന്ന വഴികളിൽ ഒന്നായ ഒരു പെരുവഴിയാണ്. ആ പെരുവഴിയുടെ സമീപത്ത് തന്നെ ഇടത്തുഭാഗത്താണെങ്കിൽ ഇടത്തുഭാഗത്ത് അലക്കുകാരന്റെ വയലെങ്കിൽ മറുഭാഗത്തായിട്ട് ഒരല്പം മുകളിലായി ഒരു കുളവും, അത് ശലോമോന്റെ അല്ല, ദാവീദിന്റെ കാലത്ത് കുഴിക്കപ്പെട്ട, ദാവീദിന്റെയും ശലോമോന്റെയും കാലത്ത് കുഴിക്കപ്പെട്ട ഒരു കുളമായിരുന്നു ഈ കുളം. ശലോമോന്റെ കുളം എന്ന് തന്നെയായിരുന്നു യഹൂദന്മാർ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നോക്കണം, ഇത് ഇപ്പോൾ ആലയത്തിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വഴി രണ്ടായി തിരിയുന്നു. ഒന്ന് വലത്തോട്ട്, ഇടത്തോട്ട്. ഈ ഇടത്തോട്ടുള്ള വഴിയെ കുറച്ച് മാറി അലക്കുകാരന്റെ വയലെങ്കിൽ മറുഭാഗത്ത് വലത്തോട്ട് പോകുമ്പോൾ കുറച്ചപ്പുറത്തായിട്ട് ഒരു ഉയർന്ന പ്രദേശത്ത് ഒരു കുളം, മേലെ കുളം. അത്രയും മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. സ്തോത്രം. അപ്പൊ തന്നെ ഈ രണ്ട് വഴികളിലൂടെയും ആലയത്തിലേക്ക് വരികയും ചെയ്യാം. പെരുവഴി. അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ഒരു സ്തോത്രം നിലയിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഈ മേലെ കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്താണ് പ്രവാചകൻ രാജാവിനെ എതിരേൽക്കാൻ വേണ്ടി ദൈവം നിഷ്കർഷിപ്പാൻ ഇടയായി തീർന്നത്. സ്തോത്രം. അവിടെ ചെന്നാണ് ആഹാസിനെ കണ്ടുമുട്ടുന്നതും ദൂത് പറയുവാൻ ഇടയായി തീരുന്നതും. എന്നാൽ ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് സ്വന്തം സഹോദര ഗോത്രത്തിലെ രാജാവ് പേക്കഹും ഈ അരാമ്യനും ഈ സമയത്ത് ആഹാസിനെ നേരിടാൻ വന്നു എന്നുള്ളത് ചിന്തിക്കണം. വെറുതെയല്ല, ആഹാസിന്റെ ചില താളപ്പിഴകൾ, ആത്മീക ജീവിതത്തിലെ ഭരണത്തിലെ വൈകല്യങ്ങൾ, ദൈവത്തിന്റെ മുൻപിലുണ്ടായ ചില തകരാറുകളാണ് ഇപ്പോൾ പ്രതിയോഗികൾ ആഹാസിന്റെ നേരെ വരാൻ കാരണം. ആരുടെയും മുമ്പിൽ ചുമ്മാതെ ഒന്നും ശത്രു വരത്തില്ല. വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ദൈവകൃപയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതിയോഗിയുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ ജീവിതത്തിൽ രഹസ്യ പിന്മാറ്റമോ പരസ്യ പിന്മാറ്റമോ, ആലയത്തിൽ സജീവമായിരിക്കുമ്പോൾ തന്നെ പുറത്ത് ദൈവത്തിന് പ്രസാദകരമല്ലാത്ത വാക്കോ പ്രവർത്തനങ്ങളോ എന്തെങ്കിലും ഉള്ള പക്ഷം കർത്താവ് പ്രതിയോഗിയെ നമുക്ക് വേണ്ടി അനുവദിക്കും. ഇവിടെ ആഹാസ് വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ടല്ല ഇപ്രകാരം ഒരു ക്രൈസിസിലേക്ക് താൻ എത്തിപ്പെട്ടത്. തന്റെ ജീവിതത്തിൽ ചില തകരാറുകൾ ദൈവം കണ്ടുപിടിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും. കർത്താവ് വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തു. ഒരു രക്ഷയുമില്ല. അങ്ങനെ വന്നിട്ട് ഒന്നും രണ്ടുമല്ല, നീണ്ട 16 വർഷത്തോളം കർത്താവ് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫലവുമില്ലാതെ വന്നപ്പോഴാണ് അവനെ ഈ 2 മുറിക്കൊള്ളികൾ അഭിമുഖീകരിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചത്. എന്താണ് ഈ സ്തോത്രം ആഹാസിന്റെ ജീവിതത്തിലെ തകരാറുകൾ? 10 വിധ ലംഘനങ്ങൾ ആഹാസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ആ 10 വിധ ലംഘനങ്ങൾ നിമിത്തമാണ് പടിയിരിപ്പുകാർ തന്റെ നേരെ വരാൻ ഇടയായി തീർന്നത്. ഇനി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ 10 ലംഘനങ്ങൾ, ആ 10 താളപ്പിഴകൾ. നമുക്ക് നോക്കാം. 2 ദിനവൃത്താന്തം 28 അതിന്റെ 1-ാം വാക്യം വായിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദൈവത്തോടുള്ള ലംഘനങ്ങൾ 1, 2, 3, 4 എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് അദ്ദേഹം വാഴ്ച തുടങ്ങിയ പ്രായം, എത്ര വർഷം ഇസ്രായേലിനെ ഭരിച്ചു, ആദിയായ കാര്യങ്ങൾ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാം. 1-ാം വാക്യം വായിക്കാം. ചെയ്തില്ല. ഇനിയാണ് കാര്യങ്ങൾ വിശദമായി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അപ്പനായ ദാവീദിനെ പോലെ തന്നെ നല്ല രീതിയിൽ പ്രയോജനപ്പെടും, ജനത്തെ ദൈവവചനപ്രകാരം ദൈവഹിതപ്രകാരം മുൻപോട്ട് നയിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് മോന് ഒരു ചാൻസ് ദൈവം കൊടുത്തത്. താൻ വാഴ്ച തുടങ്ങിയപ്പോ എത്ര വയസ്സായിരുന്നു? 20 വയസ്സ്. ഈ പ്രായത്തിന്റെ കുഴപ്പവും ഒരു വലിയ വിഷയമാണ്. ആമേൻ. ഇത്തിരി തലമൂത്ത ഒരു വ്യക്തിയായിരുന്നെങ്കിൽ കുറെയൊക്കെ പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ നല്ല ചെറുപ്പത്തിലാണ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കേണ്ടവനെ രാജ്യത്തിന്റെ ഭാരം ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ സിംഹാസനത്തിൽ പിടിച്ചിരുത്തിയിട്ട് ഭരിക്കടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആമേൻ. നമ്മുടെ ഒരു 20-കാരനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയാൽ എങ്ങനെയിരിക്കും? അത്രയേ ഉള്ളൂ അവസ്ഥ. പുള്ളി നല്ല ചെറുപ്പത്തിലാണ് സിംഹാസനത്തിലേക്ക് വന്നത്. അപ്പൻ യോധാം അതിൽ മരിച്ചപ്പോൾ
പുള്ളിയും ഏകദേശം 41 വർഷത്തോളമാണ് അപ്പൻ മരിച്ചത്. അപ്പൻ 25-ാം വർഷത്തിലാണ് ചാർജ് എടുത്തത് ഇസ്രായേലിനെ ഭരിക്കാൻ. യോഥാം 25-ാം വയസ്സിൽ ചാർജ് എടുക്കുന്നു. 16 വർഷം തന്നെ മോനെ പോലെ അപ്പനും ഭരിച്ചു. മൊത്തം 41 വർഷം. ഇവിടെ ഇതാ അത്രയും പോലും വരുന്നില്ല. 16 വർഷം ആഹാസ് ജനത്തെ ഭരിപ്പാൻ ഇടയായിത്തീർന്നു. അപ്പൊ നോക്കണേ, ഈ 16 വർഷത്തിനകത്താണ് 2 മുറിക്കൊള്ളികൾ തന്നെ അന്വേഷിച്ച് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ 20ന്റെ പ്രശ്നം? പറയാം. ഒരു ചിന്തകൻ മനുഷ്യന്റെ പ്രായത്തിന്റെ 8 ഘട്ടങ്ങളെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. 10-ൽ പക്വതയില്ല, 20-ൽ ഇരുന്ന് ചിന്തിക്കൂല, 30-ൽ മുഷ്ക്, 40-ൽ നാക്ക്, 50-ൽ അറിവ്, 60-ൽ പിറുപിറുപ്പ്, 70-ൽ ഇഴച്ചിൽ, 80-ൽ എണ്ണി തൊലയ്ക്കൽ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ 70 ഏറെയായാൽ 80 മോശം, അങ്ങനെ പരിചയപ്പെടുത്തുന്നു 90-ാം സങ്കീർത്തനത്തിൽ. അമ്മേ, ഈ 80 വയസ്സിനും 8 വിധ പ്രത്യേകതകൾ ഉണ്ടെന്ന് ആ ചിന്തകൻ പറഞ്ഞു. അതൊരിക്കലും തെറ്റല്ല. കുറച്ച് ചില വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. 10-ൽ എന്ത് പക്വതയിരിക്കുന്നു? 5-ൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താ പക്വത? 20-ൽ ഒട്ടും ഇരുന്ന് ചിന്തിക്കാനുള്ള കഴിവേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. 30-ൽ മുഷ്ക്, യൗവനത്തിന്റെ ആ ചോരത്തിളപ്പിൽ മുഷ്ക്, ധിക്കാരം കാണിക്കുന്ന യുവജനങ്ങൾ. 40-ൽ നാക്ക്. അവിടെ മാത്രം ഇത്തിരി വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോ നാക്ക് കാണിക്കാൻ 41 വരെയും 41 വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട. 4-ാം വയസ്സിൽ തന്നെ, ദശാംശത്തിൽ തന്നെ നാക്ക് കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇപ്പോഴത്തെ മക്കൾ എന്ന് പറയുമ്പോൾ വലിയവരെ പോലെ കുഞ്ഞു പ്രായം മുതൽ സംസാരിക്കുന്ന മക്കളാണ് ഇപ്പോഴത്തെ മക്കൾ. അതുകൊണ്ട് 40 വരെയൊന്നും പോകണ്ട. 50-ൽ അറിവാണ്, അറിവുകൾ കൂടും. അത് കൊള്ളാം, ആ ചിന്തകന് തെറ്റിയില്ല. പ്രായം അത്രത്തോളം എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ 60 വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ ഉറപ്പ് തന്നെ. ആണായാലും പെണ്ണായാലും അപ്പച്ചനായാലും അമ്മച്ചിയായാലും. ഇനി 70-ലായെങ്കിലോ ജീവിതത്തിൽ കിട്ടിയ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഇഴഞ്ഞിഴഞ്ഞ് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും മരണം പ്രതീക്ഷിച്ചുള്ള യാത്രയാണ്. കർത്താവ് പ്രാണനെടുക്കാത്തത് കൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതികൾ മോശമായതിനാൽ ഇഴഞ്ഞുള്ള ജീവിതം. 80-ലേക്ക് കയറിയ എണ്ണി തൊലയ്ക്കലാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രശ്നം. ഇവിടെ പുള്ളി ചാർജ് എടുത്തപ്പോഴത്തേക്ക് വയസ്സ് 20, ഇരുന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല. എന്നിട്ടും കൊടുത്തു 16 വർഷം. ഇരുന്നോട്ട്, രാജാവല്ലേ, ഇരുന്നോട്ട്, ചെറുക്കനല്ലേ, മാറിക്കൊള്ളും. ഇത്തിരിയൊക്കെ വളർച്ച പിന്നീടുള്ള ഭരണകാലത്തൊക്കെ പ്രായങ്ങൾ അങ്ങോട്ട് ചെല്ലും തോറും മാറ്റം വരുമെന്ന് കരുതി. പക്ഷേ 30-ലോട്ട് എത്തി ആഹാസ്. 30-ലെത്തിയപ്പോ 30-ന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. മുഷ്ക്, ധിക്കാരം. യൗവനമല്ലേ, നല്ല യൗവനം. പ്രൈസ് ദി ലോർഡ്. ഈ 30-ലെ മുഷ്ക് ഇന്ന് സർവ്വസ്വാഭാവികമാണ്. 30-ലെത്തുന്നതിന് മുമ്പ് തന്നെ ആൺപിള്ളേർക്ക് പെൺപിള്ളേർക്കൊക്കെ മുഷ്ക് ആരംഭിക്കുന്നുണ്ട്. എങ്കിലും ആയിക്കോട്ടെ, 30-ൽ തന്നെ നമുക്ക് നിൽക്കാം. 30-ലെ മുഷ്ക് എന്ന് പറഞ്ഞാൽ ആ മുഷ്ക് ഇഷ്കിന് വേണ്ടിയും അതുവഴിയായി ഫോഷ്കിലായിട്ടും ഫോഷ്ക് വഴി മുഷ്കിലുകൾക്കും വേണ്ടിയാണ് വഴിതെളിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ഹിന്ദി വാക്കും മലയാള വാക്കുകളും ചേർത്താണ് പറഞ്ഞത്. മുഷ്ക് ഇഷ്കിനും, ഇഷ്ക് ഫോഷ്കിനും, ഫോഷ്ക് മുഷ്കിലുകൾക്കുമായിട്ട് വഴിതെളിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയുന്നില്ല. ഇപ്പോഴത്തെ 30-കാരന്റെ 30-കാരിയുടെ അല്ലെങ്കിൽ അതിനകത്ത് പ്രായമുള്ള ഒരു യുവാവിന്റെ യുവതിയുടെ മുഷ്ക്, ധിക്കാരം എന്തിനെന്ന് വെച്ചാൽ ഇഷ്കിന് വേണ്ടിയാണ്. ഇഷ്ക് എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം പ്രണയം, സ്നേഹം എന്നൊക്കെയാണ്. ഇഷ്ടപ്പെട്ട യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോകാൻ ആരൊക്കെ ചെറുത്താലും ഞാൻ അവളെ തന്നെ സ്വീകരിക്കും, ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കും. ഒരു മുഷ്കാണ്. അതുപോലെ തന്നെ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ സോമാനന്റെ കൂടെ ജീവിക്കും എന്ന് ആ പെണ്ണും മുഷ്ക് കാണിക്കുന്നു. എന്തിനായിട്ട്? ഇഷ്കിന്റെ യഥാസ്ഥാപനത്തിന് വേണ്ടി, പ്രണയം ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുഷ്ക്. പക്ഷേ അതിനു വേണ്ടി, ആ ഇഷ്ക് വിജയപ്രദമാക്കി തീർക്കേണ്ടതിന് വേണ്ടി എന്തെല്ലാം ഫോഷ്ക് പറയേണ്ടി വരുമോ അതെല്ലാം പറഞ്ഞ് ന്യായീകരിച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് വല്ല വിധേനൊക്കെ ഒന്ന് സാധിച്ചെടുത്ത് വിവാഹം എന്ന ലെവലിലേക്ക് വരെ, അല്ലെങ്കിൽ ഒളിച്ചോട്ടം എന്ന ലെവലിലേക്ക് വരെ എത്തിപ്പെടാൻ യുവാവും യുവതിയും ആ മുഷ്ക് ഫോഷ്കിനായിട്ടും ഇഷ്കിനായിട്ടും വഴിതെളിക്കുന്നു. പക്ഷെ അതിനപ്പുറമായി ഒത്തിരി മുഷ്കിലുകളാണ് 2 കൂട്ടരെയും തേടി
സ്തോത്രം അതെ അന്വേഷിച്ചു വരുന്നത്. എന്താ മുഷ്കിലുകൾ? മുഷ്കിൽ എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം പ്രയാസങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ. പിന്നെ ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രയാസങ്ങൾ വർദ്ധിക്കുകയായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിച്ചിയായി. നേരത്തെ പഞ്ചാമൃതമായിരുന്നു, ഇപ്പോൾ 30-കാരിക്കും അന്യോന്യം വേണ്ട. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ 30ന്റെ മുഷ്ക് ഇഷ്കിനായിട്ടും ഫോഷ്കിനായിട്ടും മുഷ്കിലുകളിലേക്ക് എത്തിപ്പെടാനായിട്ടും ആണ്. ഇവിടെ ആഹാസിന്റെ പ്രശ്നവും ഇത് തന്നെയാണ്. പുള്ളിക്ക് പ്രശ്നം വേറൊന്നുമല്ല, പുള്ളിക്ക് ഭയങ്കര ഇഷ്കുണ്ടായിരുന്നു. ആരോട്? ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറുപ്പക്കാരിയോടല്ല 20-കാരനായ ആഹാസിന് പ്രേമം. ആഹാസിന് പ്രേമം വളരെ വ്യത്യസ്തമായ നിലകളിലുള്ള ഒരു ഇഷ്കായിരുന്നു ഈ 30-കാരന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ 36-കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആരോടെന്നറിയോ? അത് ആരെന്നറിയണമെങ്കിൽ 2ാം വാക്യം വായിക്കണം. വായിച്ചോളൂ. ഒന്ന്, അവന്റെ ഇഷ്കെന്ന് പറഞ്ഞാൽ അവന്റെ പ്രണയം ബാൽ വിഗ്രഹങ്ങളോടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു യുവതിയോടല്ല, നാമമാത്രമായ ഒരു സ്തോത്രം പ്രേമമല്ല അവൻ ഉണ്ടായിരുന്നത്. അവൻ യുവതികളെ ഒത്തിരി ശലോമോനെ പോലെ സ്നേഹിക്കാൻ, സ്തോത്രം അത് അംഗീകരിപ്പാൻ പറ്റിയ ജൂത സ്ത്രീകൾ ഉണ്ടക്കാലത്ത്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അതൊന്നുമല്ല അവന്റെ വിഷയം. അവന് ബാൽ വിഗ്രഹങ്ങളോടായിരുന്നു ഇഷ്ക്. ബാൽ വിഗ്രഹങ്ങളോട് ദൈവത്തോടുള്ള ആരാധനയും ദൈവത്തോടുള്ള താല്പര്യങ്ങളും ഉണ്ടാകുന്നതിന് പകരം ദൈവത്തോടുള്ള പ്രണയം വിട്ട് അന്യ ദൈവങ്ങളോടുള്ള പ്രണയം അവൻ ആരംഭിപ്പാൻ ഇടയായിത്തീർന്നു. എപ്പോൾ? അധികാരത്തിലെത്തിയ സമയം മുതൽ അപ്പന്റെ വഴിയെ നടക്കാതെ അപ്പൂപ്പന്മാരിൽ പലരുടെയും വഴിയെയാണ് പുള്ളി നടക്കാനായിട്ട് തുടങ്ങിയത്. അതിൽ 10 ലംഘനങ്ങളിൽ 10 ആഹാസിന്റെ ജീവിതത്തിലെ തകരാറുകളിൽ 1ാമത്തെ തകരാറാണ് ബാൽ വിഗ്രഹങ്ങൾക്ക് അവൻ എന്ത് ചെയ്തു? ധൂപം കാട്ടി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്? ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. അപ്പോ ഇസ്രായേൽ ഗ്രഹത്തിൽ ഏറ്റവും വിശ്വസ്തനായി വിളങ്ങേണ്ടതിനു പകരം അന്യ ദൈവത്തിന് അവൻ പ്രസക്തി കൽപ്പിച്ചു. എന്തുകൊണ്ട്? എത്രയോ ദേവന്മാരുണ്ട്. അമ്മോന്യരുടെ ദേവനായ തമ്മൂസുണ്ട്, മോവാബ്യരുടെ ദേവനായ കെമോഷുണ്ട്, അസ്തോരത്ത് ദേവിയുണ്ട്, സീതോന്യ ദേവികൾ, ഒരുപാട് ആരാധനാമൂർത്തികൾ അക്കാലത്തുണ്ട്. എന്തുകൊണ്ട് ആഹാസ് ബാലിനോട് ഇഷ്ക് വെളിപ്പെടുത്തി, പ്രണയം കാണിച്ചു? പറയാം. ബാലിനെ ആഹാസ് സ്നേഹിക്കാൻ കാരണമായത്, അക്കാലത്തെ ബാലിനെ ആരാധിക്കുന്നവർക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നത്, ഓരോ ദൈവങ്ങളും ഓരോ ഡ്യൂട്ടി ചെയ്തു വരുന്നുണ്ട്. ലോക ചരിത്രം പരിശോധിച്ചാൽ, റോമ ചരിത്രം, ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചാൽ ഓരോ ദൈവങ്ങൾക്കും ഓരോ പ്രത്യേകതരം ജോലിയുണ്ട്. ഇവിടെ ബാലിനെ ആരാധിക്കുന്ന ആൾക്കാർ അക്കാലത്ത് ബാലിന്റെ 2 ഡ്യൂട്ടികളായി അവർ നിഗമിച്ചു വന്നത്, ഈ ബാലാണ് മഴ പെയ്യിപ്പിക്കുന്നത്, മഞ്ഞ് ദേശത്തിൽ തരുന്നത്. 2, കൃഷി ഇറക്കിയാൽ നല്ല വിളവ് കിട്ടാൻ കാരണമാകുന്നത് കൃഷിയുടെയും മഴയുടെയും മഞ്ഞിന്റെയും ദേവനായ ബാല് നിമിത്തമാണ് എന്ന് അക്കാലത്ത് ബാലിനെ ആരാധിച്ചവർ ചിന്തിച്ചു വന്നു. അപ്പൊ ആഹാസ് മനസ്സിലാക്കിയത്, യഹോവ പെയ്യിപ്പിച്ച മഴയും യഹോവ തന്ന മഴയും കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇനി ഒരല്പം മാറി നമുക്ക് കൃത്രിമ മഴ ദേശത്ത് പെയ്യിക്കാൻ വല്ല വകുപ്പും ഉണ്ടോ എന്ന് നോക്കാം. മഴയുടെ ദേവനല്ലേ ബാല്, കൃഷിയുടെ ദേവനല്ലേ, കൃഷി ചെയ്താൽ വിളവ് തരുന്നത് ബാലെന്നല്ലേ പൊതുവിലുള്ള വൈപ്പ്. അപ്പൊ നമുക്കൊന്ന് റൂട്ട് മാറിയൊന്ന് പരീക്ഷിച്ചു നോക്കാം. മനസ്സിലായോ? അതിനു വേണ്ടിയാണ് താൻ യഹോവയെ വിട്ട് ബാലിന് പിറകെ പോകാൻ ഇടയായിത്തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നും കൃത്രിമ മഴയാണ് ആത്മീയ മണ്ഡലത്തിൽ പലയിടത്തും പെയ്യുന്നത്. പരിശുദ്ധാത്മ മാരി പെയ്തിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ ഒക്കെ കാലത്ത് വിശുദ്ധിക്ക് വേണ്ടി നിന്നവരുടെ ആ ഒരു സീസണിൽ ശരിക്കും തീ ഇറങ്ങിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ആത്മമാരി തന്നെ പെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ന്യൂജൻ
സിസ്റ്റം വന്നപ്പോൾ, ഇപ്പോഴത്തെ തലമുറ പിള്ളേർ കളി പ്രസ്ഥാനമായപ്പോൾ കൃത്രിമ മഴ ഇറക്കാൻ അവർ തുടങ്ങി. പരിശുദ്ധാത്മാവ്, വചനത്തിൽ കൂടെയുള്ള ആത്മാവിന്റെ കത്തൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരമ്യാ പ്രവചനം 20:9 കാണുന്നത് പോലെ പ്രവാചകന്റെ അസ്ഥികളിൽ തിരുവെടുത്ത് അടയ്ക്കപ്പെട്ടിട്ട് അത് പ്രവാചകന്റെ ഉള്ളിൽ തീ കത്തുന്നത് പോലെ തനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പ്രവാചകൻ രേഖപ്പെടുത്തി. എന്ന പോലെ വചനത്തിൽ കൂടെയുള്ള, ഉപദേശത്തിൽ കൂടെയുള്ള ഒരു കത്തൽ. എന്താണ് കത്തൽ? എന്താണ് ആ ഉണർവ്? ഞാൻ പാപിയാണ്, പാപിനിയാണ് എന്ന് അന്തർഭാഗത്തിൽ ഒരു ബോധ്യം ഉണ്ടാകുന്ന അവസ്ഥയാണ് യഥാർത്ഥ ഉണർവ്. ആ ഒരു ഉണർവ്, അതിൽ കൂടെ ഒരു ആത്മമാരി പെയ്തിറങ്ങേണ്ടതിന് പകരം ഇന്നത്തെ പുതുതലമുറ കൃത്രിമ മഴ പെയ്യിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ചിരി, വിശുദ്ധ സ്തോത്ര കൊര, വിശുദ്ധ സ്തോത്രം, അതെ അലറല്, വിശുദ്ധ 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 എന്ന് പറഞ്ഞ് ഡേഷ് 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 പല പല കോക്കാപ്പിച്ചകളും കൊണ്ട് നമ്മുടെ പെന്തക്കോസ്ത മണ്ഡലം ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു. പ്രോസ്പിരിറ്റി സന്ദേശങ്ങൾ, ഉപദേശം ഒരിക്കലുമില്ല. ആരും ഇഷ്ടപ്പെടാത്ത ദേശമാണല്ലോ ഉപദേശം. എല്ലാ ദേശവും ഇഷ്ടപ്പെട്ടാലും ഉപദേശം എന്ന് പറയുന്ന ദേശം ആർക്കും വേണ്ട. അത്തരത്തിലൊരു സ്റ്റേജ് ആയി തീർന്നിരിക്കുന്നു. ഇതിന്റെ നിഴലാരാണ്? ആഹാസാണ്. ഇസ്രായേലിന്റെ ദൈവം പെയ്യിപ്പിച്ച മഞ്ഞും മഴയും അനുഭവിച്ചവൻ അതെല്ലാം മാറ്റിവെച്ച് അതൊന്നും വേണ്ടേ വേണ്ട, എനിക്കിനി ബാല് തരുന്ന നന്മ മതി, ബാലിന്റെ പിറകെ അവൻ കൊട്ടാനും പാറാനും ഇറങ്ങി തിരിച്ചു. ജനത്തെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിൽ കൃത്രിമ മഴയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ദൈവം തരുന്നുവെങ്കിൽ അത് കർത്താവിൽ നിന്ന് മാത്രം മതി. അന്യ ആശ്രിത തത്വങ്ങളിലൂടെ, അന്യ ആശയങ്ങളിലൂടെ, കാലഹരണപ്പെട്ട യാതൊരുവിധ വസ്തുനിഷ്ഠമായ സംഗതികളിലൂടെയും നമുക്കൊരു വിടുതലും വേണ്ട. നമുക്കുള്ള വിടുതലിന്റെ മാതിരി അത് കർത്താവ് പ്രയിപ്പിച്ചാൽ മതി എന്ന് വ്യക്തമായി നിരച്ചുകൊണ്ട് അതിനുവേണ്ടി സ്വന്തം വ്യഗ്രതപ്പെട്ട് മുൻപോട്ട് പോകേണ്ടത് അത്ര ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. സ്വന്തം ഗ്രഹത്തിലിരുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീര് വാർക്കേണ്ടവൻ വിഗ്രഹം വാർത്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു ഗതികേടും അത് തന്നെയാണ്. ആലയത്തിൽ ആമേൻ സ്തോത്രം, ആരാധനകളെ വാർത്തെടുക്കും, പ്രാർത്ഥന വാർത്തെടുക്കും. പക്ഷെ പുറത്തിറങ്ങിയാൽ ഒരിക്കലും വിട്ടുകളയാൻ കഴിയാത്ത വിഗ്രഹ സമാനമായ അനുഭവങ്ങളെ വാർക്കുന്ന ജോലിയിലാണ് നമ്മുടെ പിള്ളേരും നമ്മുടെ മുതിർന്നവർ പലരും. മൊബൈലുമായി അടച്ചിട്ട മുറിയിൽ കയറിയാൽ എന്തൊക്കെയാണ് വാർത്തെടുക്കുന്നതെന്നും ആമേൻ എന്തൊക്കെയാണ് അതിന് ജന്മം കൊടുക്കുന്നതെന്നും അപ്പനും അമ്മയ്ക്കും അറിയാത്ത നിലവാരത്തിൽ സമൂഹം എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ വിശാലമായ സഭാ ഹാളിനകത്ത് ആരാധന വാർക്കും, ഉപവാസം വാർക്കും, കണ്ണുനീര് വാർക്കും, പ്രാർത്ഥന വാർക്കും, നല്ല പണിക്കാര. പക്ഷേ ആലയത്തിന് പുറത്ത്, ആമേൻ വീട്ടിന്റെ അകത്ത് ആ പാസ്റ്ററോ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ജനതകളോ ഇല്ലാത്ത ഒറ്റപ്പെട്ട മേഖലകൾ എന്താണ് വാർക്കുന്നത്? വിഗ്രഹത്തെ വാർക്കുകയാണോ അതോ യഹോവയുമായി സമയം ചെലവഴിക്കുകയാണോ? യുവവാസിന്റെ രണ്ടാം പകൽക്കാലം ആഹാസിന്റെ ജീവിതത്തിലെ 10 തകരാറുകൾ അത് നമ്മൾ തുറന്ന് പരിശോധിക്കുമ്പോൾ അത് എന്നെ സംബന്ധിക്കുന്നതാണ്. ഈ 10ഉം എനിക്ക് ബാധകമാണ്. അല്ല അതിലേതെങ്കിലും ഒന്ന് എനിക്ക് ബാധകമാണ്. അല്ല അതിലേതെങ്കിലും 5 ദൈവാത്മ ഓർപ്പിച്ചാൽ ഇന്ന് പകലിൽ വിട്ടുകാഞ്ഞോളണം. രസ്യം നിന്നെ ഗ്രസിക്കാതിരിപ്പാൻ, നിന്നെ ഒടുക്കാതിരിപ്പാൻ ഈ പകലിൽ ഒരു പുനർവിചിന്തനത്തിന് നാം തയ്യാറാകട്ടെ. ജീസസ് നെയിം. ഹല്ലേലൂയ. അടമനഗദിനി അടൽഖമനഗ ശംബരാദിനിയ അടഗച്ചസിയ ശഖലി മൗദർ മിദ്യാനിയാസെ. ഹല്ലേലൂയ. വന്നു കയറിയത് പ്രാർത്ഥിച്ചാൽ മാറും, പക്ഷെ വരുത്തി വെച്ചത് തിരുത്തിയാലേ മാറും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ ആവശ്യപ്പെടാതെ ജീവിതത്തിലേക്ക് വന്നു കയറിയ പൊല്ലാപ്പുകൾ, അത് ആഭിചാരമാകട്ടെ, രോഗമാകട്ടെ, എന്തുമാകട്ടെ, പ്രാർത്ഥിച്ചാൽ മാറും. ഈ ഉപവാസം തീർന്നതിനകത്ത് പരിഹാരം ഉണ്ടാകും. പക്ഷെ ഞാനായിട്ടും നിങ്ങളായിട്ടും
എന്തിനെങ്കിലും ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നോ എന്ന് പറഞ്ഞിട്ടും അരുത് എന്ന് പറഞ്ഞിട്ടും നാം ആകട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഏതിന്റെങ്കിലും നേരെ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ, ബാൽ വിഗ്രഹം പോലെ എന്തിനെങ്കിലും പൂവിട്ട് പൂജിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അത് തിരുത്തിയാലേ മാറൂ. പ്രവാചകൻ വന്നതുകൊണ്ടോ ദൈവം തന്നെ ഇടപെട്ടത് കൊണ്ടോ ആകണമെന്നില്ല. ഞാനൊന്ന് ഇരുന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. പക്വത നഷ്ടപ്പെട്ട ഇരുന്ന് ചിന്തിക്കാൻ പാകമില്ലാത്ത 20കാർക്ക് വേണ്ടി, 20കാരിക്ക് വേണ്ടി, അതിന്റെ അങ്ങനെയുള്ളവർ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മുട്ടിന്മേലൊന്ന് ഇരുന്ന് ചിന്തിക്ക്. ഞാൻ എന്തെങ്കിലും തിരുത്താനുണ്ടോ? അമ്മയായ ഞാൻ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നീ ഒന്ന് സ്വയം തിരുത്തപ്പെടാൻ താല്പര്യപ്പെട്ടാൽ, ഇനി എനിക്ക് ആ വിഗ്രഹ സമാനമായ യാതൊരു അനുഭവങ്ങളും വേണ്ട എന്ന് സ്തോത്രം തീരുമാനിപ്പാൻ ഇടയായി തീർന്നാൽ വിടുതൽ നിന്നെ അന്വേഷിച്ചു വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ റോൾ നമ്പർ 1, ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. ആടുകൾക്ക് വേണ്ടി കണ്ണുനീർ വാർക്കേണ്ടവൻ വിഗ്രഹത്തെ വാർത്തുകൊണ്ടിരിക്കുന്നു. 2, ബാലിന് ധൂപം കാട്ടി. അപ്പോ 1, വിഗ്രഹം വാർത്തു. വാക്കപ്പെട്ട വിഗ്രഹത്തിന് അവൻ എന്ത് ചെയ്തു? ധൂപവും കാണിക്കുന്നു. പുള്ളിക്കാരൻ തന്നെ മേസ്തിരി, പുള്ളിക്കാരൻ തന്നെ പൂജാരി, പുള്ളിക്കാരൻ തന്നെ ഓൾ ഇൻ ഓൾ. പ്രൈസ് ദി ലോർഡ്. ആദ്യം വിഗ്രഹത്തെ ഉണ്ടാക്കി. വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് പുള്ളി അതിന്റെ മുമ്പിൽ ധൂപം കാണിക്കുന്നു. ആത്മീക അനുഗ്രഹത്തിന്റെ കൂപം കാണിച്ചു കൊടുക്കേണ്ടത് ഇതാണ് മക്കളെ, അനുഗ്രഹത്തിന്റെ കിണർ. ഇതാണ് മക്കളെ ആത്മീക നന്മകളുടെ കിണർ. കൂപം എന്ന് പറഞ്ഞാൽ കിണറെന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മനസ്സിലാക്കണമേ, ആത്മീക അനുഗ്രഹത്തിന്റെ കിണർ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആഹാസ് കൂപം വെട്ടിക്കുഴിക്കേണ്ടതിന് പകരം ധൂപം കാണിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ തെറ്റ്. 1, വിഗ്രഹം വാർത്തുണ്ടാക്കി. 2, ധൂപം അവൻ കാണിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? നാശത്തിന്റെ അഗാധ കോപത്തിലേക്ക് ജനം തള്ളപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നു. നമ്മൾ വിശദമായി പഠിക്കും. 16 വർഷം വേണ്ടത്ര നിലയിൽ ദൈവത്തിന്റെ കൃപയാൽ ചില നന്മകളുടെ കിണറുകൾ, ഉറവുകൾ ആഹാസ് വെട്ടി കുഴിച്ച് ജനത്തിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ, ചില കൂപങ്ങൾ ഉണ്ടാക്കി നൽകിയിരുന്നെങ്കിൽ ആ ജനം കോരിക്കുടിച്ചേനായിരുന്നു. കോരിക്കുടിച്ച് ക്ഷീണം മാറിയേനെ, ആത്മിക നന്മ അനുഭവിച്ച് ബലപ്പെട്ടേനെ. പക്ഷെ എന്ത് ചെയ്തു? കൂപം പരിചയപ്പെടുത്തേണ്ടവൻ ധൂപം കാണിച്ചു കൊണ്ടിരിക്കുന്നു. ബാലിന്റെ മുൻപിൽ പുക ഇട്ടിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. സുഗന്ധവർഗ്ഗങ്ങൾ അടങ്ങിയ പുക ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. തെറ്റ് 2. അടുത്ത് 3ാമത്തെ തെറ്റെന്ത്? വായിക്കാം 3ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചു. തെറ്റ് നമ്പർ 3. എന്തുവാ അഗ്നിപ്രവേശം? ആളിക്കത്തുന്ന അഗ്നിക്കകത്തേക്ക് സ്വന്തം മക്കളെ അന്യ ദൈവങ്ങൾക്ക് ബലിയായി അർപ്പിക്കുന്ന അവസ്ഥ. ആള് കത്തുന്ന തീക്കകത്തേക്ക് കയറി എന്താ അവസ്ഥ? അത് തന്നെയാണ്. കുരുതി കൊടുക്കേണ്ടതിന് പകരം അക്കാലഘട്ടങ്ങളിൽ ചെയ്തു വന്ന ഒരു പ്രത്യേക നടപടിക്രമമായിരുന്നു ദേവീ ദേവന്മാരെ സന്തോഷിപ്പിക്കുവാൻ. നൊന്ത് പെറ്റ് വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങളെ തീയിലോട്ട് എറിഞ്ഞു കൊടുക്കുക. കഴുത്തറുത്ത് നരബലി ചെയ്യുന്നതിന് പോലെ തന്നെ ദേവന് ദേവിക്ക് സ്വീകാര്യമായി തീരും ഈ ഒരു പ്രക്രിയ. അന്നത്തെ ബാലിന്റെ ആരാധകർ അന്യ ദൈവങ്ങളെ ആരാധിച്ചു വന്നവർ ആ ഒരു സിസ്റ്റം ചെയ്തിരുന്നു. അത് തന്നെയാണ് യഹൂദ രാജാവ് സ്തുതിക്കേണ്ടവൻ, ദൈവത്തെ വാഴ്ത്തേണ്ടവൻ. അവൻ ചെയ്തത് തന്റെ മക്കളെ, എത്ര മക്കളുണ്ടായിരുന്നു, എത്ര മക്കളെ തീക്ക് അകത്തേക്ക് എറിഞ്ഞു കൊടുത്തു എന്ന് കണക്കുകളില്ല. പക്ഷെ പിൽക്കാലത്ത് അവന് ശേഷം ഒരു മകൻ രാജാവായി രംഗത്ത് വരാൻ വേണ്ടി ഒന്ന് അവശേഷിക്കപ്പെട്ടിരുന്നു, യെഹിസ്കിയാവ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ബാക്കിയുള്ളതിനെയെല്ലാം അവൻ തീക്ക് സമ്മാനിച്ചിരിക്കാനാണ് സാധ്യത. പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. ഒരപ്പനാണോ എന്ന് ചോദിച്ചു പോകും. അത്തരത്തിൽ സ്വതം അധപ്പതിച്ച മനസ്സാക്ഷിക്കുടമയായ ആഹാസ് ദൈവത്തിന്റെ മുൻപിൽ ചെയ്യുന്ന 3ാമത്തെ തെറ്റ്. പ്രൈസ് ദി ലോർഡ്. അഗ്നിപ്രവേശം ചെയ്യിച്ചു. 4ാമത്തെ തെറ്റ്.
ആ ഓരോ പട്ടവൃക്ഷത്തിനും കീഴിൽ ആ ബലികൾ ധൂപം കാട്ടി. ആ ആ ആകയാൽ അവന്റെ ദൈവമായ യഹോവ അവനെ അരാം രാജാവിന്റെ കയ്യിലേൽപ്പിച്ചു. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ന് ശരിയാകും, നാളെ ശരിയാകും. നോക്കിയിരുന്നു. 20കാരൻ 21ലേക്ക് കയറി, 22ലേക്ക് കയറി, 30ലേക്ക് വന്നു. മാനസാന്തരം ലവലേശം പോലും ഇല്ല. നല്ല യൗവന പ്രായത്തിൽ മക്കളെ ദൈവം കൊടുത്തു. ആ മക്കളെ തീക്ക് കൊടുത്തു. ദൈവം കൊടുത്തതിന് അവൻ അന്യദേവൻ എന്ന് പറഞ്ഞ് തീക്കകത്തേക്ക് വിട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുന്നപ്പോൾ യഹോവ അരാമ്യ രാജാവിനെ അവന്റെ കയ്യിൽ, അവന്റെ നേരെ വരുത്തുമാറാക്കി. അതാണ് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കണ്ട രസീൻ. പ്രൈസ് ദി ലോർഡ്. ചില രസമുള്ള സീനുകൾ കാണുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷിക്കും, അതിലങ്ങ് വളരെ സ്തോത്രം മുഴുകി ഇരിക്കും. പക്ഷേ ഈ രസമുള്ള സീനുകൾ മറ്റൊരു രസീനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെന്ന് ഓർത്തുകൊള്ളണം. കാഴ്ചയ്ക്ക് ലാഘവമെന്ന് തോന്നുന്ന, നിസ്സാരമെന്ന് നമ്മൾ വിധി കൽപ്പിക്കുന്ന സീനുകൾ, വാക്കുകൾ ഏതും പ്രതിയോഗിയെ കൂടുതൽ നിന്നോട് അടുപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ദൈവം തന്ന, ദൈവത്തോടെടുക്കേണ്ട സമയങ്ങൾ നഷ്ടഹീനമാക്കിയ ആഹാസിനെ ഇനി അധികം മുൻപോട്ട് വിടാൻ ദൈവം തീരുമാനിച്ചില്ല. അവനിങ്ങോട്ട് വന്നു. 4 കൂട്ടം തിന്മകൾ അതിനോടകം തന്നെ കഴിഞ്ഞു. പച്ച മരങ്ങളുടെ കീഴിൽ ബലിയർപ്പിക്കാൻ തുടങ്ങി. അന്യദൈവത്തിന് ധൂമം കാണിക്കാൻ തുടങ്ങി. വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. ഇങ്ങനെ 3-4 കൂട്ടം തിന്മകൾ ചെയ്ത ശേഷം മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. 4 കൂട്ടം തിന്മകൾ കഴിഞ്ഞപ്പോൾ ഈ രസത്തിനൊരു അറുതി വരുത്തണം, ഇവനെ ഒന്ന് ശരിക്ക് മാനസാന്തരപ്പെടുത്തണം എന്ന് കരുതിയിട്ട് ദൈവാത്മാവ് അവിടെ പ്രവർത്തിപ്പാനിടയായി തീർന്നു. അരാമ്യനെ അരികത്തേക്ക് വരുത്താൻ ഇടയായി. അവൻ വന്നിട്ട് എന്താ ചെയ്തത്? ഒരുത്തന്റെ തെറ്റ് കാരണം എന്താണ് സംഭവിച്ചത്? ജനത്തിൽ മൊത്തത്തിൽ താഴോട്ട് വായിക്കാം. താഴോട്ട് 28ന്റെ താഴോട്ട് ആ ഭാഗം മറിക്കരുത്. ഏൽപ്പിച്ചു, തോൽപ്പിച്ച് കൊണ്ടുപോയി. നോക്കണേ, യെശയ്യാ പ്രവചനത്തിന്റെ 7 വരുത്തിയ നാശനഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നില്ല. അവന്റെ നേരെ യുദ്ധം ചെയ്യാൻ വന്നു, യെരൂശലേമിനെ പിടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ യെശയ്യാവിൽ നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ വിശദമായിട്ട് ദിനവൃത്താന്ത പുസ്തക രചയിതാവ് കൊടുത്തിട്ടുണ്ട്. രസീൻ വന്ന് അരാമിന്റെ തലസ്ഥാനം, സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലേക്ക് ഒരു കൂട്ടം യഹൂദ ജനത്തെ പിടിച്ചുകൊണ്ടുപോയി. അടുത്ത് ആര് വന്നു? സ്വന്തം സഹോദര ഗോത്രത്തിൽപ്പെട്ട പേക്കഹ് വന്നിട്ട് ഒറ്റ ദിവസം 1,20,000 എന്റെ രക്തത്തിന് രക്തമാണ്, മാംസത്തിന് മാംസമാണ് എന്ന് പോലും ചിന്തിക്കാതെ യാക്കോബിന്റെ മക്കളിൽ മുതിർന്നവരെ പേക്കഹ് ഒറ്റ ദിവസം സംഹരിച്ചു. എന്തൊരു കൂട്ട കൊലപാതകം നോക്കണം. ഒരു ദിവസം 1,20,000 പേര് മരിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ, അപ്പൊ മനസ്സിലാക്കണേ, ഇതിനു വേണ്ടിയാണ് അവൻ കണ്ണും തുറന്ന് പിടിച്ചു വന്നത്. പ്രൈസ് ദി ലോർഡ്. ആര്? തുറന്ന കണ്ണുകൾ ഉള്ളവൻ, ഉറങ്ങാത്ത എന്നർത്ഥമുള്ള പേക്കഹ് വന്നത് ഇത്രയേ ഉള്ളൂ. ദൈവം ഒരുത്തനെ അനുവദിച്ചാൽ, ദൈവം ചിലതിന് നമ്മെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീക്കുപോക്കില്ലാത്ത നാശമായിരിക്കും കാണാൻ കഴിയുന്നത്. ഇവിടെ എന്തോ ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി, ഇവനൊരു ബോധം വരുത്താൻ വേണ്ടി ആഹാസിനെ മാത്രം ദൈവം ജീവനോടെ ശേഷിപ്പിച്ചു. യെരൂശലേം പട്ടണം മാത്രം നശിക്കാതെ അവശേഷിപ്പിച്ചു. പട്ടണവുമുണ്ട്, ആകാശമുണ്ട്. കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ ചെയ്യുന്ന തിന്മകൾക്ക് എൻ്റെ വിശ്വാസികളായിരിക്കും ബലിയാടാകുന്നത്. ഒരിക്കലും ഞാൻ ചെയ്യുന്ന തെറ്റിന് എനിക്കല്ല ശിക്ഷ വരുന്നത്.
എനിക്ക് കണ്ട് വേദനിക്കത്തക്ക തരത്തിൽ, കണ്ട് കരയത്തക്ക തരത്തിൽ എൻ്റെ വിശ്വാസികളിലോ എൻ്റെ കുടുംബത്തിനകത്തോ ആർക്കെങ്കിലും ആയിരിക്കും ദൈവം ഛേദം വരുത്തുന്നത്. ഇവിടെ ഇത് തെറ്റാരാ ചെയ്തത്? ആഹാസാണ് ചെയ്തത്. അനുഭവിക്കുന്നത് ആരാണ്? ജനം. 1,20,000 പേരെ പേക്കഹ് അരിഞ്ഞു വീഴ്ത്തി. കുറെ പേരെ അടിമകളായി രസീൻ ദമ്മേശക്കിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. ഇനിയും കാണാം അവന്റെ ഭാഗത്ത് നിന്ന് വന്ന വഷളത്തങ്ങൾ, പിന്നെയും കാണാം. ആരായാലും ഒരു നാശവും നഷ്ടവും, ബിസിനസ്സിൽ തകർച്ചയും, ജീവിതത്തിനകത്ത് അലങ്കോലമായ അനുഭവങ്ങളും വരുമ്പോൾ ദൈവമേ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ അറിഞ്ഞ കാലത്തിന് ശേഷം ഇന്നുവരെയുള്ള ജീവിതയാത്രയിൽ ഇടറിപ്പോയി, ചുവടുകൾ നിന്റെ പിറകിലല്ലായിരുന്നു എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടാൻ തീരുമാനിക്കും. പക്ഷേ ആ ഒരു പ്രവണതയും ആഹാസിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. കൈവശക്കാരനെന്നാണ് അർത്ഥം, യഹോവ പിടിച്ചെന്നാണ് അർത്ഥം. യഹോവയെ തിരിച്ചു പിടിച്ചില്ല. പാസ്റ്റർ ഇപ്പോൾ എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നാൽ ഞാൻ കൈ കൊടുക്കാൻ മനസ്സുണ്ടാകണം. പാസ്റ്റർ എനിക്ക് ഷേക്ക് ഹാൻഡ് തരാൻ ഓടി വരുമ്പോൾ ഞാൻ കൈ പിറകിലോട്ട് വലിച്ചിട്ട് ഞാൻ വലിയ വിശുദ്ധൻ സംതിങ് എന്നും പറഞ്ഞ് പിൻവാങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് തന്നെയാണ് ആഹാസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവം അവനെ പിടിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചു. പക്ഷെ ദൈവത്തിന് കൈ കൊടുക്കാൻ, ദൈവത്തിന്റെ ഹസ്തദാനം ചെയ്യാൻ, ദൈവത്തെ സ്വീകരിപ്പാൻ തയ്യാറാകാതെ അവൻ പിറകിലോട്ട് പാലിന് പിറകെ പോയപ്പോൾ അവൻ വലിയൊരു നാശം. എന്നിട്ടും പഠിച്ചോ? ഇല്ല. ഇനിയും അവൻ അകൃത്യങ്ങൾ ചെയ്തതേ ഉള്ളൂ. താഴോട്ട് നമുക്ക് വീണ്ടും വായിക്കാം. അടുത്ത തെറ്റുകൾ എന്താണ്? ഇനി ഏകദേശം ഒരു 6 അവൻ തിന്മകൾ കൂടെ അവൻ ചെയ്തു. ഇത്രേ നാശങ്ങൾ വന്നിട്ടും അവൻ മനം തിരിഞ്ഞില്ല. അടുത്ത തെറ്റ് എന്താണെന്ന്? ശരിയല്ല. നിങ്ങൾ ശരിയല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് സഹോദരി സഹോദരന്മാരെ പിടിച്ച് നിങ്ങൾ ബദ്ധന്മാരായി കൊണ്ടുവന്നിരിക്കുന്നത്? ഇസ്രായേലേ, പേക്കഹിന്റെ കീഴിലുള്ള സകല ജനവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേലിലെ ആദ്യ 10 ഗോത്രങ്ങൾ അതിന്റെ അനന്തര പിൽക്കാലങ്ങളാണ്. തെക്കേ രാജ്യം എന്നറിയപ്പെടുന്ന ആദ്യത്തെ 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ, അതിലുള്ളവരോട് ഓതേത് പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ കൈവശം തന്നെ അകൃത്യങ്ങളേറെയുണ്ട്. നിങ്ങൾ യഹൂദ രാജാവായ ആഹാസിന്റെ നിയമം തെറ്റിച്ചുള്ള ജീവിതയാത്ര നിമിത്തം അവന്റെ പക്ഷത്തുള്ള ഒരു കൂട്ടം പേരെ പിടിച്ച് നിങ്ങൾ ബദ്ധന്മാരായിരിക്കുന്നു. കുറെ പേരെ അരിഞ്ഞു വീഴ്ത്തി. നിങ്ങൾ ഭയങ്കര പ്രവൃത്തികൾ ചെയ്തതുപോലെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ ദൈവാത്മാവ് ഓതേത് പ്രവാചകനിലൂടെ പറഞ്ഞു, നിങ്ങളുടെ പക്കൽ അകൃത്യങ്ങൾ ഇരിക്കുന്നു. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ, ബദ്ധന്മാരായി പിടിച്ചു കൊണ്ടുവന്നവരെ വിട്ടയക്കണം, വിട്ടയച്ചേ മതിയാകത്തുള്ളൂ. അതിനോടുകൂടെ ചേർന്ന് പ്രവാചകൻ പറഞ്ഞ കാര്യത്തിന് 4 പേരും കൂടെ സ്തോത്രമത്തെ സപ്പോർട്ട് ചെയ്തു. ഹദ്ലായിയുടെ മകനായ അമാസായ, ഹിസ്കിയാവ്, ബെരഖ്യാവ്, അസരിയാവ് ആദിയായ ചിലർ കൂടെ പറഞ്ഞു, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. നിങ്ങൾ അപഹരിച്ച ബദ്ധന്മാരൊന്നും ഇവിടെ നമ്മുടെ പാളയത്തിലേക്ക് കൊണ്ടുവരരുത്. യഹോവയുടെ ഉഗ്രകോപം നമ്മുടെ മേലിരിക്കുകയാണ്. ആവശ്യത്തിന് ഇപ്പോ തന്നെ നമുക്ക് പൊല്ലാപ്പുകളുണ്ട്. ഇനി അതിന്റെ പുറത്തുകൂടെ എന്തിനാണ് വേറൊരു സ്തോത്രമത ഭാരം നമ്മൾ കൊണ്ടുവരുന്നത്? യഹോവയുടെ കോപം വരുത്തി വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ പിടിച്ച സഹോദരന്മാരെ, സഹോദരിമാരെ, സഹോദര ഗോത്രങ്ങളിൽ പെട്ടവരെ ഇവിടേക്ക് കൊണ്ടുവരരുത്. പിന്നെ എന്ത് ചെയ്യണം? ദൈവാത്മാവ് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ദൈവാത്മാവിന്റെ ഇടപെടൽ അനുസരിച്ച് അവർ എന്ത് ചെയ്തു? 14-ാം വാക്യം. വിട്ടയച്ചു. ആശ നശിച്ചവർ, പക്ഷേ അവരുടെ ആശ നഷ്ടപ്പെട്ട സ്ഥാനത്ത് പ്രത്യാശ വളരുമാറാക്കാൻ ദൈവം ഇടവരുത്തി. ആരാണോ കെട്ടിയത്, ആരാണോ സ്വാതന്ത്ര്യത്തെ ഹനിച്ചത്, ആ വ്യക്തികളിലൂടെ തന്നെ അപ്പവും വസ്ത്രവും വെള്ളവും മുറിവുകളിൽ പുരട്ടാൻ എണ്ണയും ദൈവം കൊടുപ്പിച്ചു. അതിനെന്താ കാര്യം?
പ്രവാചകൻ ഇടപെട്ടത് കൊണ്ടാണ്. എവിടെ? ഇതൊന്നും രാജാവിന്റെ മാനസാന്തരത്തിനല്ല, രാജാവിന്റെ ക്രമക്കേടുകൾ പിന്നെയും കൂടുന്നതേ ഉള്ളൂ. 4 കൂട്ടം കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അവൻ ശത്രുവിന് ഏൽപ്പിക്കപ്പെട്ടു. പക്ഷേ ആള് ജീവനോടെ ഇരിക്കയില്ലേ? ഗുണപ്പെടണമെങ്കിൽ ഗുണപ്പെടാം, വീണ്ടും പിന്മാറണമെങ്കിൽ പിന്മാറാം. ആഹാസ് പിടിക്കപ്പെട്ട ബദ്ധന്മാർക്കെല്ലാം ഈ വിധ ഉപകാരങ്ങൾ അല്ലെങ്കിൽ പിടിച്ചവർ മുഖേന തന്നെ ദൈവം അവൻ കൊടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അവരെ കഴുതപ്പുറത്ത് കയറ്റി ഈന്തപട്ടണമായ യെരിഹോവിൽ അവരുടെ സഹോദരന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നാക്കി. പോവുക യഹൂദ മക്കളെ, നിങ്ങൾ ഞങ്ങൾക്ക് അവൻ അടിമകളായിരിക്കേണ്ട ആവശ്യമില്ല. ട്രാവൽ എക്സ്പെൻസ്, അവൻ ഫുഡ്, സകല കാര്യങ്ങളും അവരങ്ങോട്ട് കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിന്റെ പിറകെ ആഹാസ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് എന്ത് ചെയ്തു? അശ്ശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു. പക്ഷേ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ജീവനുള്ള ദൈവമായ യഹോവ എന്താ പറഞ്ഞത്? നീ സൂക്ഷിച്ചു കൊള്ളുക, നീ സാവധാനമായിരിക്കുക. നമ്മുടെ കുറുവാക്യം വിട്ട് കളയരുത്. യെശയ്യാപ്രവചനം 7 നമ്മുടെ ചിന്താ വിഷയം. എന്തുകൊണ്ട് ശത്രു ആഹാസിന്റെ നേർക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ആഹാസ് എന്ത് ചെയ്തു? ദൈവം മുൻപാകെ സൂക്ഷിച്ച് നടക്കേണ്ടതിന് പകരം, വഴികളെ ക്രമപ്പെടുത്തേണ്ടതിന് പകരം പുള്ളി എന്ത് ചെയ്തു? ഇതെല്ലാം നടന്നെങ്കിലും പുള്ളി അശ്ശൂർ രാജാവിന്റെ അടുക്കൽ സഹായത്തിന് വേണ്ടി ആളയച്ചു. ജീവനുള്ള ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് പകരം, തന്നോട് യെശയ്യാവിൽ കൂടെ സംസാരിച്ച ദൈവത്തിന് പ്രസാദകരമായത് ചെയ്യേണ്ടതിന് പകരം, ദൈവത്തിന്റെ സഹായം തേടാതെ നേരത്തെ മഴ ദൈവമായ ബാലിനെ അവൻ സേവിച്ചതുപോലെ ഇപ്പോൾ അശ്ശൂർ രാജാക്കന്മാരുടെ അടുക്കൽ മാനുഷിക സഹായത്തിന് വേണ്ടി ആളെ അയക്കുന്നു. പക്ഷെ സംഭവിച്ച രസകരമായ കാര്യം നോക്കണേ. അതിന്റെ 19 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് അതിന്റെ പ്രത്യേകത. 20 21 വായിക്കുമ്പോൾ, 19 20 വായിക്കുമ്പോൾ നമുക്ക് കാണാം മാനുഷിക ആശ്രയത്തിന് മുതിർന്ന ആഹാസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, പിന്നെയും കിട്ടിയ തിരിച്ചടികൾ എவ்விധം എന്നുള്ളത് 19 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. വായിക്കാം 19. യഹൂദയെ താഴ്ത്തി. അംഗസംഖ്യക്ക് കുറവ് വന്നു. താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ആ അംഗസംഖ്യക്ക് കുറവ് വരിക. ഇപ്പോൾ ഈ സഭയെ യഹോവ താഴ്ത്തി എന്ന് പറഞ്ഞാൽ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആത്മാക്കൾ നഷ്ടപ്പെട്ടു, വളരെ ചുരുക്കം പേരായിട്ട് ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാം സഭയെ താഴ്ത്തി യഹോവ. എന്നാൽ സഭയെ ദൈവം വളർത്തി എന്ന് പറയാൻ ഇടയാകണമെങ്കിൽ, നിറഞ്ഞ കവിമാറി ജനമുണ്ടെങ്കിൽ പറയാം സഭയെ ദൈവം താഴ്ത്തിയില്ല, ദൈവം വളർത്തി. ആകാശ നിമിത്തം എന്ത് ചെയ്തു? ജനം താഴ്ത്തപ്പെട്ടു, ഒരുപാട് അംഗസംഖ്യ കുറവ് വന്നു. മഹാദ്രോഹം ദൈവത്തോട് അവൻ ചെയ്തു. നിർമര്യാദം കാണിച്ചു, മര്യാദക്കേട് 5ാമത്തെ തെറ്റ്. 6ാമത്തെ തെറ്റ് മഹാദ്രോഹം അവൻ ദൈവത്തോട് ചെയ്തു. അപ്പൊ നോക്കണേ, ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും മര്യാദക്കേടിന് ഒരു കുറവുമില്ല, ദ്രോഹം ചെയ്യുന്നതിന് ഒരു കുറവും ഇല്ല. 4 2 തെറ്റ് 6. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ അശ്ശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസറിന്റെ അടുക്കൽ വന്നപ്പോൾ അവനെ ബലപ്പെടുത്താതെ അവനും ഞെരുക്കിയതേ ഉള്ളൂ. സ്തോത്രം. അശ്ശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചപ്പോൾ ആ അസീറിയൻ ഭരണാധികാരിയായ തിഗ്ലത്ത്-പിലേസർ കടന്നു വന്നു. എന്തിന് അദ്ദേഹം വന്നതിന്? കൂടുതൽ ആഹാസിനെ ഞെരുക്കാൻ. ദൈവത്തെക്കാളുപരി, ചർച്ച് പാസിനെക്കാളുപരി ആരെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കൂ, അവരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മളെ ഞെരുക്കിയിട്ടേ പോകൂ. ദൈവത്തെ പിൻപറ്റേണ്ടവൻ അവനിതാ വേറൊരു രാജാവിനെ, അശ്ശൂർ എന്ന് പറയുന്ന മറ്റൊരു ജനവിഭാഗത്തിന്റെ തലവനെ തേടിപ്പിടിച്ചു. അവൻ ഇങ്ങോട്ട് വന്നു, ഉപകാരം ചെയ്യുമെന്നാണ് കരുതിയത്.
ഉപകാരം ചെയ്യുമെന്ന് കരുതി ഭയങ്കര ഉപദ്രവിയായിട്ട് അവൻ മാറി. പ്രൈസ് ദ ലോർഡ്. ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഈ വന്നവനാര്? അവനും ജീവനുള്ള ദൈവമില്ലാത്തവൻ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഇതാ ഈ വന്നിരിക്കുന്ന തിൽഹത്ത് പിൽനേസർ. അവനെ ബലപ്പെടുത്തേണ്ടതിന് മുതിരാതെ അവനെ ഞെരുക്കിയതേ ഉള്ളൂ. അതിന് എങ്കിലും ആഹാസ് വിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, ഒരുവന്റെ ജീവിതത്തിൽ അധപ്പതനം പണ്ടായിരുന്ന ദൈവകൃപയിൽ നിന്ന് അസ്തമിച്ചു പോകുന്ന അനുഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. തുടക്കം കൊള്ളായിരുന്നു, പക്ഷെ പിന്നീട് ആഹാസിന്റെ ജീവിതത്തിലെ തകർച്ചകൾ നമ്മൾ ഒന്നൊന്നായി മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ ഈ ഉപവാസ സമയത്ത് വിശുദ്ധീകരണത്തിന് വളരെ പ്രാതിനിധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ ദൈവം മുൻപിൽ നന്നാകാൻ ഈ ഭാഗങ്ങൾ ദൈവം ഉപകാരപ്രദമാക്കി ചേർക്കട്ടെ. ഞെരുക്കി, ഉപകരിച്ചില്ല. ഉപകാരിയായി തീരുമെന്ന് കരുതി അവൻ ഞെരുക്കിയപ്പോൾ അവനടുത്ത 7ാമത്തെ തിന്മ ചെയ്യാൻ തക്കവണ്ണം മുതിർന്നു. എന്താ ആഹാസ് ചെയ്ത 7ാമത്തെ തിന്മ? 21ാമത്തെ വാക്യം വായിക്കാം. 7ാമത്തെ തെറ്റ് നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്. മോഷണം. ഇതുവരെ പ്രമാണത്തെ മോഷ്ടിച്ചു, അവൻ വചനത്തെ മോഷ്ടിച്ചു, ആത്മീക വിഷയങ്ങളെ അവൻ അപഹരിച്ച് നേരത്തെ കള്ളനായവൻ ഇപ്പോൾ പെരുങ്കള്ളനായി വളരുകയാണ്. എന്താ ചെയ്തത്? എന്നെ ഞെരുക്കുന്ന യവൻ എനിക്ക് ഉപകാരിയായി തീരാൻ കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ, കുറച്ച് സമ്മാനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോ പുള്ളിയുടെ മൈൻഡൊക്കെ ഒന്ന് മാറും, എന്നെ ഹെൽപ്പ് ചെയ്യും. എനിക്കെതിരെ വന്ന അരാമ്യ രാജാവിനെയും എനിക്കെതിരെ വന്ന പേക്കഹിനെയും യുദ്ധം ചെയ്ത് അവൻ തീർക്കും. എനിക്ക് ഈ 2 വെല്ലുവിളികളും ഈ 2 മുറിക്കൊള്ളികളും ഒന്ന് അവൻ അണച്ചു തരും. അതിനുവേണ്ടി കുറച്ച് ഹെൽപ്പുകളൊക്കെ ചെയ്യാം എന്ന് കരുതി പുള്ളി എന്ത് ചെയ്തു? ആലയത്തിൽ കയറി, രാജധാനിയിലും കയറി, 2ഇടത്തും കയറി. എന്നിട്ട് പ്രഭുക്കന്മാരുടെ പക്കൽ നിന്ന് ചില നന്മകൾ കവർന്നെടുത്തു. ആലയത്തിൽ വന്ന വിശുദ്ധ വഴിപാടുകൾ, പൊന്ന്, വെള്ളി ആദിയായ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ത് ചെയ്തു? പതുക്കെ കവർന്നെടുത്തു. മോഷണം പുറത്ത് ആയിരുന്നു ഇതുവരെ, ഇപ്പോൾ അകത്ത് കയറി മോഷ്ടിക്കാൻ തുടങ്ങി. ആര്? ആഹാസ്. കവർച്ചക്കാരനായി മാറുകയാണ്. നോക്കണം 7ാമത്തെ തെറ്റ്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു മോഷണം നടന്നിരിക്കുന്നു. ആരാ? രസീൻ വന്ന് ജനത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി. പേക്കഹ് വന്ന് വലിയൊരു കൂട്ടത്തെ നഷ്ടപ്പെടുത്തി. എന്നിട്ടും പഠിക്കാത്ത ഈ കള്ളൻ പെരുങ്കള്ളനായി വളരുകയാണ്. വിശുദ്ധമായതിനെ അവൻ അപഹരിച്ച് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അശ്ശൂർ രാജാവിന് കൊടുത്തു. എങ്കിലും ഇതിനാൽ അവന് സഹായം ഉണ്ടായില്ല. സഹായം വരുന്ന പർവ്വതം ഉയരത്തിലല്ലേ? പിന്നെ ഇവിടെ പൂജാഗിരികളിൽ നീ ബലി കഴിച്ചത് കൊണ്ടും അന്യന് നിന്റെ നന്മ എടുത്തു കൊടുത്തത് കൊണ്ടും എന്ത് ആകാനാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ പോലെ തന്നെ പിന്നെയും അവനെ ഞെരുക്കിക്കൊണ്ടിരുന്നു. കാരണം ഇത് യഹോവയുടെ കരമാണ്. ബാധ 4ആണ്. പ്രധാനമായി ബാധ 4ആണ്. 1 രോഗബാധ, 2 ഭൂതബാധ, 3 സ്വയബാധ, 4 യഹോവയാലുള്ള ബാധ. ആദ്യത്തെ 3 ബാധയും പ്രാർത്ഥിച്ചാൽ മാറും. പക്ഷേ 4ാമത്തെ ബാധ ദൈവം വിചാരിച്ചാലേ മാറും. രോഗബാധ പ്രാർത്ഥിച്ചാൽ മാറ്റം വരും. ഏത് രോഗത്തിനും ദൈവം ശമനം വരുത്തും. സമയമെടുത്തായാലും പെട്ടെന്നായാലും വിടുതലുണ്ടാകും. 2 ഭൂതാത്മാവിന്റെ ബാധ. നമ്മൾ വരുത്തി വെച്ചതല്ല എങ്കിൽ, വന്നു കയറിയതാണെങ്കിൽ പ്രാർത്ഥിച്ച അതും വിട്ടുപോകും. പക്ഷേ 3ാമത്തെ ബാധ സ്വയബാധ, അതും പാടാണ് മാറാൻ. എന്താ സ്വയം ബാധ? എന്റെ വിധി ഇങ്ങനെയാണ്. എത്ര പ്രാർത്ഥന, എന്തുമാത്രം ഉപവസിച്ചു, എല്ലാവർക്കും അനുഗ്രഹം കിട്ടി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരെല്ലാം നന്മ പ്രാപിച്ചു. അവർ കൂടുതൽ വസ്തുക്കൾ വാങ്ങി, വീടുകൾ വെച്ചു. എനിക്ക് ഉള്ള കാലം മൊത്തം ഇങ്ങനെ കിടക്കാനായിരിക്കും വിധി എന്ന് സ്വയം പഴിക്കുന്ന അവസ്ഥ, സ്വയം പരിഭവം എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ.
ദൈവം ആരെന്നറിഞ്ഞ് വിശ്വസിക്കാനോ ദൈവം ആരെന്നറിഞ്ഞ് അവനെ ആശ്രയിക്കാനോ കഴിയാതെ സ്വയമായി നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അത് സ്വയബാധ. എനിക്കൊരു നല്ല കാലം വരാനില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഇനി എനിക്കൊരു നല്ലത് എന്ന് പറയാൻ ഇല്ല എന്ന് എപ്പോ നാക്കെടുത്താലും നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി സ്വയമായി ബാധിക്കപ്പെട്ടവനാണ്. അവന്റെ മേൽ വേറെ ഒരു ബാധകളുമില്ല, അവൻ തന്നെ ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവൾ തന്നെ ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവപ്രവൃത്തി പാടാണ്, സംഭവിക്കില്ല എന്ന് തിരിഞ്ഞു വന്ന് പോസിറ്റീവ് എനർജി കൈവരിക്കാൻ ഇടയാകുമോ? എന്താ ദൈവവചനം പറയുന്നത്? നിന്റെ നാവിൽ തന്നെ അനുഗ്രഹവും ശാപവും ഇരിക്കുന്നു, നീ നന്നാകില്ല, എന്റെ വിധി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ തന്നെയാണ് നീ ബാധയിൽ, സ്വയബാധയിൽ അകപ്പെട്ട് തന്നെ മുൻപോട്ട് പോകും. പക്ഷെ ഇല്ല, ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വരുത്തും എന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവപ്രവൃത്തി അവിടെ വ്യക്തമായി ഇറങ്ങി വരുവാനിടയായി തീരും. Praise the Lord. Hallelujah. എല്ലാം അനുഗ്രഹത്തിന്റെ ദൂത് തന്നെ വിളിച്ചു പറയാനാണെങ്കിൽ ഉണ്ട്, ഒരുപാട് പ്രസംഗ വിഷയങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പകൽ എന്തോ ഇത് തന്നെ, ഈ ഭാഗം തന്നെ, ആകാശിന്റെ ക്രമക്കേടുകൾ തന്നെ ഇവിടെ പ്രസ്താവിക്കണമെന്ന് ദൈവാത്മാവിന്റെ പ്രത്യേക നിർബന്ധം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മര്യാദക്കേട് കാണിച്ച് സ്തോത്രം, അവൻ അന്യന് വേണ്ടി സ്വന്തം ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ചിലതൊക്കെ എടുത്തു കൊടുത്ത് എന്നിട്ടും അവന് വേണ്ടത്ര ബെനിഫിറ്റ് ഉണ്ടാകാതെ അവൻ ഇങ്ങനെ മുൻപോട്ട് പോകുകയാണ്. തന്നിമിത്തം നാലാമത്തെ ബാധ അവന് സംഭവിച്ചു, യഹോവയാലുള്ള ബാധ. ഇവിടെ അശൂർ രാജാവ്, രസീൻ, പേക്കഹ്, ഇതെല്ലാം ദൈവം അനുവദിച്ചിട്ട് വന്ന മാനുഷിക ബാധകളാണ്. പ്രൈസ് ദി ലോർഡ്. അതവിടെ മാറാൻ അതിനാള് ഗുണപ്പെട്ടാലേ പറ്റൂ, ആള് ശരിയായാലേ പറ്റൂ. ആഹാസ് എന്ന് ശരിയാവോ? അന്ന് യവനം ജരിക്കാൻ വന്ന സ്വത്രത്തിക്ലത്ത് പിന്നേസരും എല്ലാ വൈരികളും അവന്റെ മുൻപിൽ നിന്ന് മാറിപ്പോകും. പക്ഷേ ഒരു തുറന്ന മാനസാന്തരത്തിന് ഇപ്പോഴും ഈ 36 വയസ്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന യൗവനക്കാരൻ രാജാവ് സന്നദ്ധനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ ഇത്രത്തോളം വാഗ്ദത്തങ്ങൾ നമ്മുടെ മേലുണ്ട്, ഇത്രത്തോളം ദൈവത്തെ ആരാധിച്ചു വരുന്നു, എന്നിട്ടും നമ്മുടെ വിഷയത്തിന് ചിലതിന് പരിഹാരമില്ല എങ്കിൽ ഈ ബാധകളിൽ ഏതെങ്കിലും ബാധയാണോ അതിന് തടസ്സം എന്നുള്ളത് നമ്മൾ പുനഃപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ 2 ബാധയ്ക്കും ദൈവം ശമനം വരുത്തും. പക്ഷെ അവസാനത്തെ 2 ബാധ യഹോവ ബാധിച്ചതാണെങ്കിൽ, സ്വയമായി ബാധിക്കപ്പെട്ടതാണെങ്കിൽ വിടുതൽ വരാൻ താമസമുണ്ടാകും. ഇന്ന് പകലിൽ വ്യക്തമായി ദൈവത്തെങ്കിൽ ശരണപ്പെട്ടോളൂ. നല്ലത് പറ, വിശ്വാസത്തിന്റെ വാക്ക് പറ, ബലപ്പെടുത്തുന്ന വാക്ക് പറ, അരുതാത്തതൊന്നും പറയരുത്. ഹല്ലേലൂയ. ദൈവാലയം സംബന്ധിച്ച് മോഷ്ടാവായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ മോഷണം നിർത്തുക. എന്താ നമ്മൾ ചെയ്യുന്ന മോഷണം? നമ്മൾ ആരെയും പിടിച്ചു പറിക്കാനൊന്നും പോണില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ദൈവത്തിന്റെ ആലയത്തിൽ വരേണ്ട ദശാംശം ഓഹരി നമ്മൾ കവർന്നെടുക്കും. അങ്ങനെ ഒരു പ്രത്യേകത ദൈവമക്കൾക്കുണ്ട്. ചർച്ചിലെ പുരോഹിതന് ചെല്ലേണ്ടത്, അവന്റെ വിശുദ്ധ ഭണ്ഡാരത്തിലേക്ക് ചെല്ലേണ്ടത്, നമുക്ക് പറയാം കൽപ്പന നമ്മൾ ലംഘിക്കുന്നില്ല, ആരുടെയും ഒന്നും പിടിച്ചു പറിക്കുന്നില്ല. പക്ഷേ വിശുദ്ധ ഭണ്ഡാരത്തിൽ ഇരിക്കേണ്ടതിനെ നമ്മൾ അപഹരിച്ചെടുത്തിട്ട് പോകാൻ പാടില്ലാത്ത സ്ഥാനത്ത്, പുരോഹിതന്റെ കൈ വെള്ളയിൽ വരേണ്ടതിനെ മറ്റെവിടെയൊക്കെയോ നമ്മൾ വേർതിരിച്ചു വിടുന്നു. അല്ലെങ്കിൽ ആർക്കും ദശാംശം കൊടുക്കാതെ അതും കൂടെ എടുത്ത് തിന്നുന്നു. അങ്ങനെ ഉള്ളവൾ മോഷ്ടാവാണ്. 7ാമത്തെ തിന്മയിലേക്ക് നീ പ്രവേശിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും പ്രവണത ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ മതിയാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധമായതിനെ എടുത്ത് തിന്നു കഴിഞ്ഞാൽ, ആലയത്തിലേക്ക് വരേണ്ടതിനെ നീ അപഹരിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല. എന്നും വെല്ലുവിളികളും എന്നും പോർവിളികളും മാത്രമായിരിക്കും നിനക്ക് കേൾക്കേണ്ടി വരുന്നത്. പുതിയ നിയമസഭയ്ക്ക് ഓഹരിയാണ്. ഇപ്പോൾ 1000 രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ വീട്ടിൽ അപ്പനമ്മ 2 മക്കൾ പ്ലസ് യേശു തുല്യമായി വീതിക്കണം. 1000-ന് 100 അത് പഴയ നിയമ വ്യവസ്ഥ ദശാംശം.
പക്ഷേ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതനുസരിച്ച് വചനം പഠിക്കുന്നവൻ എല്ലാ നന്മയിലും ഹരി കൊടുക്കണം. എന്ന് വെച്ചാൽ 1000 രൂപ കിട്ടിയാൽ അപ്പൻ 250, അമ്മയ്ക്ക് 250, 2 മക്കൾക്കുമായിട്ട് 500, പിന്നെ ഒരു 250 ഉണ്ട്. ആ 250 യേശുവിന്. എന്ന് വെച്ചാൽ അതാണ് ഓഹരി. 1000 കിട്ടിയാൽ 100 കൊടുക്കുന്നത് പഴയ നിയമപ്രമാണം. പക്ഷേ 1000 കിട്ടിയാൽ 250 രൂപ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നെങ്കിൽ അതാണ് ഓഹരി. ഓഹരി കൊടുത്തില്ലേലും ദശാംശമെങ്കിലും കൊടുക്കണം. ദശാംശമെങ്കിലും കൊടുക്കാതെ മോഷണം ഈ വിഷയത്തിൽ നടത്തിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ശത്രു ഒഴിയയില്ല ജീവിതത്തിൽ. ആമേൻ. പ്രതിസന്ധികൾ ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കും. ആഹാസ് ചെയ്തതെന്ത്? പുരോഹിതൻ തിന്നേണ്ടത് അതിനെ സെക്രട്ടറിയുടെ കയ്യിലും അമീർ സ്വത്രം രാജധാനി വിചാരകന്മാരുടെ കയ്യിൽ നിന്ന് കവർന്ന് എടുത്ത് തിൽഗത്ത് പിൽനേസറിന് കൊടുത്തു. അന്യന് കൊണ്ടുപോകാൻ, യഹോവയുമായി ബന്ധമില്ലാത്ത, യഹോവയെ ആരാധിക്കാത്ത തുകുൽത്തി അബിൽ യശാറ എന്ന് പൂർണ്ണ രൂപം വരുന്ന തിൽഗത്ത് പിൽനേസറിന്, നീ ഇസ്രായേലിന്റെ നന്മ, പാവം പിടിച്ചവൻ, തുണി അലക്കിയോ കൂലിപ്പണി ചെയ്തോ അവൻ നേടിയ വരുമാനത്തിന്റെ നന്മ കൊണ്ടുവന്നതിനെ എടുത്ത് ജാതീയ രാജാവിന് കൊടുക്കേണ്ടത് എന്തിന്? അതിന്റെ ആവശ്യമെന്തിന്? ഹല്ലേലൂയ. അതിന്റെ ഒരാവശ്യമില്ല. തിൽഗത്ത് പിൽനേസറിന്റെ ശരിക്കുള്ള പേര് തുകുൽത്തി അബിൽ യശാറ എന്നാണ്. അശൂർ ജനത പണ്ട് സംസാരിച്ചു വന്ന അക്കാദിയൻ എന്ന് പറയുന്ന ഒരു മാതൃഭാഷയുണ്ടായിരുന്നു. അവർ സംസാരിച്ച അക്കാദിയൻ ഭാഷയിലുള്ള ആ പേരാണ് തുകുൽത്തി അബിൽ യശാറ. എന്ന് വെച്ചാൽ തുകുൽത്തി എന്ന് പറഞ്ഞാൽ എന്റെ ആശ്രയം, അബിൽ യശാറ, യശാറയുടെ പുത്രനിലാണ് എന്നാണ് തിൽഗത്ത് പിൽനേസർ എന്ന അശൂർ രാജാവിന്റെ ശരിക്കുള്ള പേര്. തുഗ് എന്ന് പറഞ്ഞാൽ എന്റേത്, എന്റെ. ഉൽത്തി എന്ന് പറഞ്ഞാൽ ആശ്രയം, എന്റെ ആശ്രയം. തുകുൽത്തി. അബിൽ മകൻ എന്നാണ്. അബിൽ എന്ന പദത്തിന്റെ അർത്ഥം മകൻ എന്നാണ്. യശാറ, യശാറ എന്ന് പറഞ്ഞാൽ അശൂർ ദേശത്തിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ പേരാണ് യശാറ. അവിടെ ആരാധിച്ചു വന്ന ഒരു ദേവിയുടെയോ ദേവന്റെ പേരാണ് യശാറ. എന്റെ ആശ്രയം യശാറയുടെ പുത്രനിൽ എന്നാണ് തുകുൽത്തി അബിൽ യശാറ എന്ന പദത്തിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ആ അർത്ഥം പേറുന്ന അതിൽ നിന്നാണ് തിൽഗത്ത് പിൽനേസർ എന്ന പുതിയ രൂപം വന്നത്. അന്യദൈവങ്ങളെ ആരാധിച്ച ക്ഷേത്രശക്തികളുടെ പിറകെ പോകുന്ന അശൂർ രാജാവ് എങ്ങനെ ഇവന് ഉപകാരിയായി തീരും? അവൻ ഇവനെ ഞെരുക്കി അവന് വേണ്ടി വിശുദ്ധമായതിൽ നിന്നെല്ലാം എടുത്തുകൊടുത്ത് ആഹാസ് ഇപ്പോ പെരുങ്കള്ളനായിട്ടും മാറി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും തീരുന്നില്ല, അതിക്രമം പെരുകുന്നതേ ഉള്ളൂ. ഇപ്പോഴും സമ്മാനം കിട്ടി അശൂർ രാജാവ് അവന് ഉപകാരം ചെയ്തില്ല. ഇങ്ങനെ അവൻ എന്ത് ചെയ്തു? വാക്യം 22 ഇങ്ങനെ കാണുന്നു. ആഹാസ് രാജാവ് തന്റെ ശത്രു കഷ്ടകാലത്തു കൂടെയും യഹോവയോട് അധികം ദ്രോഹം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഒരു തിരിച്ചുവരവിന് തയ്യാറാകാതെ അവൻ മഹാദ്രോഹം ദൈവത്തോട് ചെയ്ത് മുൻപോട്ട് പോകുന്നു. എങ്ങനെയെന്നാൽ വേറൊന്നുമല്ല, അവൻ വീണ്ടും അരാമ്യ രാജാക്കന്മാർക്ക് ബലി കഴിക്കുന്നു. എന്നാൽ ശേഷം 24 വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത 8, 9, 10 അവസാനത്തെ 3 തെറ്റുകൾ താൻ ആവർത്തിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താണ് 24 വാക്യം? എടുത്തു, ഉടച്ചു. എടുത്തു, ഉടച്ചു, അടച്ചു. നോക്കണം, ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. അത് 8ാമത്തെ തെറ്റ്. എടുത്തതിന് തെറ്റില്ല, പക്ഷെ ഉടച്ചു. ആകെ കൂടെ ഭ്രാന്ത് പിടിച്ചവനായി മാറി. എനിക്ക് തോന്നുന്നു അന്യദൈവങ്ങളുടെ പിറകെ പോയപ്പോൾ ആ ദുരാത്മാവ് യവനെ ഗൈഡ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് തോന്നിയത്. ഒന്നുകിൽ അവന്റെ ശരീരത്തിൽ തന്നെ കയറിക്കൂടി കാണും, ഭൂതബാധ പോലെ. അവൻ എന്ത് ചെയ്തു? അതുവരെ ഉപകരണങ്ങൾ തൊട്ടില്ലായിരുന്നു, വിശുദ്ധമായതിലേക്ക് കൈ വച്ചില്ലായിരുന്നു. എന്നാൽ വിശുദ്ധമായതിനെടുത്ത് അന്യരാജാവിന് കൊടുത്തു. എന്നിട്ട് വിശുദ്ധ ഉപകരണങ്ങൾ, അതേതാ ഉപകരണങ്ങൾ? രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം. ഭാഗങ്ങൾ ഞാൻ എടുപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്വർണം കൊണ്ടുണ്ടാക്കിയ തീച്ചട്ടികൾ,
തവികൾ, കലശങ്ങൾ, ഇങ്ങനെ ഒരുപാട് സ്വർണം, വെള്ളി ആദിയായ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ സകല ഉപകരണങ്ങളെ എടുത്ത് അവൻ ഉടയ്ക്കുകയാണ്. നല്ലൊരു ഉടച്ചിൽ സംഭവിച്ചു. എന്നിട്ടും പാഠം പഠിക്കാതെ വിശുദ്ധ ഉപകരണങ്ങളെ കൂടെ എടുത്ത് അവൻ ഉടച്ച ശേഷം അടുത്ത 9ാമത്തെ തെറ്റിലേക്ക് അവൻ കയറുന്നു. ആലയത്തിലെ വാതിൽ അടച്ചു. ഒരുത്തനും ഇവിടെ ആരാധിക്കണ്ട, ഇവിടെ ആരാധിച്ചൊക്കെ മതി. ഇവിടെ പുരോഹിതൻ ജീവനുള്ള ദൈവത്തിന് ധൂപം കാട്ടിയത് മതി. ഇനി ഇവിടെ ഒരു പരിപാടിയും വേണ്ട, ഉപവാസവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, യാതൊരു കാര്യങ്ങളും വേണ്ട എന്നുള്ള ആ ഒറ്റ ചിന്തയോടുകൂടെ ആലയത്തിലെ കിളിവാതിലുകളും ആലയത്തിലെ വാതിലുകളും അടച്ചിട്ട് ഇതാ ആഹാസ് വല്ലാത്ത മതോന്മത്തനായി നിൽക്കുകയാണ്. എന്നിട്ടോ തീർന്നില്ല, അവൻ അടുത്ത അപരാധത്തിലേക്ക്, മർമ്മപ്രധാനമായ സ്തോത്രം, ആ 10ാമത്തെ തെറ്റിലേക്ക് അവൻ കടന്നു പോകുന്നു. എന്തുവാ? യെരൂശലേമിന്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കിയത് കണ്ടോ? 10 തെറ്റുകൾ. ഇനിയാണ് നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത്. ഈ 10 തെറ്റുകളും നീ ചെയ്തെങ്കിലും സ്നേഹമുള്ള മഹാദയാലുവായ ദൈവം എന്തു പറയുന്നു? നീ ഭയപ്പെടരുത്. യെശയ്യാ പ്രവചനത്തിൽ കണ്ടോ? എന്തോ കർത്താവ് പറയുന്നത്? നീ അവര് 2 കൂട്ടരെ നിമിത്തം ആൾനാശമൊക്കെ സംഭവിച്ചു, വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എങ്കിലും ഒരു കൂട്ടത്തെ അവർ അപ്പവും വെള്ളമൊക്കെ കൊടുത്ത് വസ്ത്രമൊക്കെ ഉടിപ്പിച്ച് എണ്ണയൊക്കെ പുരട്ടി തിരിച്ചുവിട്ടല്ലോ. പക്ഷേ നീ ഭാരപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. അതാണ് ദൈവത്തിന്റെ കൃപ. 10 വിധ തെറ്റുകൾ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഇന്നയോളം സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ എന്നിട്ടും ഇന്നും നഷ്ടപ്പെടാതെ വണ്ണം, ജീവന് നാശമില്ലാതെ പലതും പോയി, പലതും സ്തോത്രം അത് നഷ്ടഹീനമായി. എന്നാൽ നമ്മളെ ഇന്നും ദൈവാത്മാവ് ബലത്തോടുകൂടെ ഈ മൺപുറത്താക്കിയിരിക്കുന്നത് എന്തിന്? ദൂത് പറയാനാണ്. നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുതെന്ന് പറഞ്ഞിട്ട് അതിൽ മാറിപ്പോകാനല്ല. യെശയ്യാവിലൂടെ ദൈവാത്മാവ് പിന്നെയും സംസാരിക്കുന്നു. യെശയ്യാ പ്രവചനം 7:5. എന്താണ് ദൈവാത്മാവ് വീണ്ടും ആഹാസിനോട് സംസാരിക്കുന്നത്? ദൈവാത്മാവ് ആഹാസിന് ദൂത് പറയുന്നു, നീ ഗുണപ്പെട്ടിട്ടല്ല ഞാൻ ഈ ദൂത് നിനക്ക് തരുന്നത്. പക്ഷേ നീ ഗുണപ്പെട്ടാലും ഇല്ലെങ്കിലും യഹൂദ ഗ്രഹത്തിന്റെ മേൽ എനിക്കൊരു നിർണയമുണ്ട്. ആ നിർണയം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിന്നെയും ഒരു ശേഷിപ്പിനെയും ഞാൻ നിന്റെ സ്തോത്രം, അതെ, നിന്നോട് സംസാരിക്കുന്ന പ്രവാചകന്റെ മൂത്ത മകന്റെ പേരിന്റെ അർത്ഥം പോലെ നിനക്ക് ആ ശേഷിപ്പിനെ ഞാൻ മടങ്ങി വരുമാറാക്കിയത്. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, നിനക്ക് നേരെ പുകയുന്ന ഈ 2 മുറിക്കൊള്ളികളും അവർ പ്ലാൻ ചെയ്തത് നിന്റെ നേരെ വന്ന് യഹൂദയുടെ മതില് ഇടിച്ചു നിരത്തി താബയലിന്റെ മകനെ അവിടെ രാജാവായി നിന്നെ നിഗ്രഹിച്ചിട്ട് വാഴിക്കണമെന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷെ നടക്കൂല. താബയൽ എന്ന വാക്ക് എബ്രായ വാക്കല്ല, അരാമ്യ വാക്കാണ്. നമ്മുടെ യേശു കർത്താവ് സംസാരിച്ച ഭാഷകളിൽ പ്രധാനപ്പെട്ട ഭാഷയായ അരാമ്യ ഭാഷയിൽ ഒരു വാക്കാണ് താബയൽ. താബയൽ എന്ന് പറഞ്ഞാൽ നല്ലതല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് നടക്കൂല. ആ പേരിന്റെ അർത്ഥം പോലെ തന്നെയാണ് ദൈവാത്മാവും തുറന്നും തന്നോട് ഇടപെടുന്നത്. നടക്കൂല, അത് നല്ലതല്ല. ഇന്ന് നല്ലതല്ലാത്തതിനെയൊക്കെ ജീവിതത്തിൽ വാഴിക്കുന്നു പലരും. നമ്മുടെ തലമുറകളൊക്കെ പലതും വാഴിക്കുന്നുണ്ട്. താബയലിനെയാണ് പലരും വാഴിക്കുന്നത്, ദൈവത്തെ അല്ല ഏത് ഘട്ടത്തിലും ആശ്രയിക്കുന്നത്. അപ്പനും അമ്മയും നല്ലത് എന്ന് പറഞ്ഞ് ദൈവത്തെ സേവിക്കുമ്പോൾ തലമുറകൾ താബയലിനെയാണ് ജീവിതത്തിൽ വാഴിക്കുന്നത്. യഹൂദയുടെ മതില്, സ്തോത്രത്തിന്റെ മതില്, സ്തുതിയുടെ മതില്, ആരാധനയുടെ മതില് ഇടിച്ച് നിരത്തുകയാണ്. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, നിനക്ക് സ്ഥാനഭംശനം വരികയില്ല, നീ ഈ സ്ഥാനത്ത് തുടരും. ചില നാളുകൾ കൂടെ, അതായത് 36 വയസ്സുവരെ നീ രാജാവായി സ്തോത്രം ഈ സ്ഥാനത്ത് നിൽക്കും. പക്ഷേ നിനക്ക് മാറ്റം വരും. മാറ്റം വന്ന ശേഷം നിന്റെ മകൻ യെഹിസ്കിയാവ് മാത്രമേ ഈ സ്ഥാനത്ത് വരികയുള്ളൂ. ഒരു വൈദേശിക ശക്തികളും അശൂർ രാജാവായ തുബിൽത്തിയാബിൽ എഷാറയോ അല്ലെങ്കിൽ സ്തോത്രം ഈ പറഞ്ഞ രസീനോ ആരും തന്നെ നിനക്ക് പകരക്കാരനായ യഹൂദയെ ഭരിക്കാൻ വരത്തില്ല എന്ന് ദൈവാത്മാവ് ദൂത് പറയാനിടയായി. ഇന്ന് പകൽ മനസ്സിലാക്കണമേ, ദൈവാത്മാവ് നമ്മെ നട്ടിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മെ ഉദ്ധരിക്കുക തന്നെ ചെയ്യും.
അതിന് വിപരീതമായി എന്ത് വിപരീത സാഹചര്യങ്ങൾ ഉടലെടുത്തെന്ന് വെച്ചാലും അതിനൊന്നിനും കർത്താവ് നമ്മെ വിട്ടുകൊടുക്കയില്ല എന്നുള്ളത് വാസ്തവമായി നമ്മൾ അറിഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, സൂക്ഷിച്ചു കൊള്ളുക. കാണുന്ന വെളുത്ത ചിരിയോടുകൂടെ അടുത്തു വരുന്ന രസീനുകളെല്ലാം നമുക്ക് രസമുള്ളതെന്ന് തോന്നും, പക്ഷെ വിശ്വസിക്കരുത്. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരുമായുള്ള സംസർഗം പാടുള്ളതല്ല. ഹല്ലേലൂയ. വളരെ സൂക്ഷിച്ചു വേണം ആത്മീകൻ മുൻപോട്ട് ചുവടുകളെ വെക്കാൻ. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ സാവധാനമായി എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. അത് സാവധാനമായി തന്നെ എടുക്കുക, സാവധാനതയോടുകൂടെ കാത്തിരിക്കുക. വിടുതൽ കൊണ്ട് സ്പീഡാക്കരുത്, ബന്ധപ്പെടരുത്. എല്ലാവർക്കും പെട്ടെന്ന് ദൈവം മറുപടി തരുന്നില്ല. ദൈവം എല്ലാവർക്കും പെട്ടെന്ന് കാര്യത്തിന് പരിഹാരം വരുത്തുന്നില്ല. ചിലർക്ക് വേഗത്തിലെങ്കിൽ ചിലർക്ക് താമസിച്ചായിരിക്കും മറുപടി ഉണ്ടാകുന്നത്. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ആത്മാവ് സാവധാനതയോടുകൂടി ഇരിക്കണം. വ്യക്തികളെ സൂക്ഷിച്ചു കൊള്ളണം, സാഹചര്യങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം. ആമേൻ. ഇതൊന്നും മാനുഷിക വെല്ലുവിളികളൊന്നും കേട്ട് നീ ഭയപ്പെടരുത്. അതിൽ നിന്നെ അവറ്റകൾ കത്തിക്കില്ല, അവ പുകഞ്ഞിരിക്കും. അവസാനം ആ പുകയെ അവൻ ദൈവം കെടുത്തും. പിന്നത്തെ സംഭവിച്ചതെന്നറിയോ? ഈ രണ്ട് മുറിക്കൊള്ളികളെയും ദൈവം അശൂർ രാജാക്കന്മാർ നിമിത്തം പിൽക്കാലത്ത് നീക്കിക്കളഞ്ഞു. പേക്കഹിനെയും അവൻ രസീനെയും ആഹാസിന് വിപരീതമായി വന്ന വ്യക്തികളെയെല്ലാം ദൈവം അന്യ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആ ഭീഷണികളെ ഒഴിവാക്കി. പക്ഷേ മാനസാന്തരം ആകാശന് ഉണ്ടായതേ ഇല്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ വിശുദ്ധിക്ക് വേണ്ടി നിന്നത് കൊണ്ടാണോ എന്റെ ജീവിതത്തിൽ ഈ വൈതരണികൾ വന്നത്? അല്ല. ആകാശിനെ പോലെ ഞാൻ ക്രമം കെട്ടു പോയത് കൊണ്ടാണോ? ഈ പ്രഭാതത്തിൽ, ഈ ഉപവാസത്തിന്റെ രണ്ടാമത്തെ പ്രഭാതത്തിൽ നാം ഒന്നുകൂടെ ശോധന ചെയ്യുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. കൃപയാൽ 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 മാത്രം ജീവിതത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. 1 കൊരിന്ത്യർ 15:10 എന്നെ ബൂസ്റ്റ് ചെയ്യുന്ന വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല എന്ന് പൗലോസ് പറയുന്നു. അതേപോലെ തന്നെയാണ് ഇന്നുവരെയും ഞാൻ ആയിരുന്നത്. അതുപോലെ ആമേൻ, സ്തോത്രം. ദൈവകൃപയാൽ നമുക്കും കർത്താവിന്റെ മുൻപിൽ ഒരു പ്രാഗൽഭ്യം മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് തുടരുവാൻ തക്കവണ്ണം ഈ നാളുകൾ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.